ഹായ് ഹലോ. എഡ്യൂക്കേഷൻ സൈക്കോളജിന്റെ മൂന്നാമത്തെ യൂണിറ്റ് മോട്ടിവേഷൻ ആൻഡ് ലേണിംഗ് എന്ന യൂണിറ്റിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കുന്നു. സ്ക്രീന് എല്ലാവർക്കും കാണുന്നുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. കാണുന്നുണ്ടല്ലോ അല്ലേ? യൂണിറ്റ് 3 മോട്ടിവേഷൻ ആൻഡ് ലേണിംഗ് കുറെ കാര്യങ്ങൾ ഇതിൽ കവർ ചെയ്തിട്ടുണ്ട്. മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് മോട്ടിവേഷൻ, definition of motive or motivation, characteristics of motivation, kinds of motive or motivation, theories of motivation. അതിലെ അത് കഴിഞ്ഞിട്ട് പിന്നെ മാസ്ലോന്റെ തിയറി ഹയറാർക്കിയൽ നീഡ്സ്, അതില് 5-6 സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ അതിന്റെ പിന്നെ ഭാഗങ്ങൾ നമ്മൾ കണ്ടു. ആൻഡ് അതിന്റെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻ, ദെൻ അതിലുള്ള ഒരു ചെറിയ സബ് ടോപ്പിക് ഡെഫിഷ്യൻസി നീഡ്സ് ആൻഡ് ഗ്രോത്ത് നീഡ്സ്, ദെൻ സെൽഫ് ആക്ച്വലൈസേഷന്റെ കുറച്ച് പ്രത്യേകതകൾ, ക്യാരക്ടറിസ്റ്റിക്സ്, ദെൻ ആസ്പിറേഷൻ എന്താ എന്നുള്ള സംഭവം, 2 ടൈപ്സ് ഓഫ് മോട്ടിവേഷൻ, വീണ്ടും എക്സ്ട്രിൻസിക് ആൻഡ് ഇന്റൻസിക് മോട്ടിവേഷൻ, ആൻഡ് പിന്നെ മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ് ഓഫ് എക്സ്ട്രിൻസിക് ആൻഡ് ഇന്റൻസിക് മോട്ടിവേഷൻ, ദെൻ മോട്ടിവേഷണൽ സ്ട്രാറ്റജീസ് ഇൻ ദ ക്ലാസ് റൂം. അതുപോലെ തന്നെ ഒരു ക്രിയേറ്റീവ് ടീച്ചർ ഒരു മോട്ടിവേറ്റിംഗ് ടീച്ചർ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ, ദെൻ ലേണിംഗ് എന്നുള്ള ടോപ്പിക്കിലേക്ക് കടന്നു. മോട്ടിവേഷൻ അവിടെ കഴിഞ്ഞ് ലേണിംഗ് എന്നുള്ള ടോപ്പിക്കിലേക്ക് കിടക്കുന്നു. അതിൽ നാച്ചർ ഓഫ് ലേണിംഗ്, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഓർ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലേണിംഗ്, ദെൻ ലേണിംഗ് തിയറീസിലേക്കാണ് പിന്നീട് കടന്നത്. അതിൽ 2 ടൈപ്സ് ഓഫ് മേജർ സിസ്റ്റം ഓഫ് ലേണിംഗ് തിയറീസ്, അതിൽ അസോസിയേഷൻ തിയറി, ഫീൽഡ് ഓർ കൊഗ്നിറ്റീവ് തിയറി. അതായിരുന്നു ഒന്നാമത്തെ ദിവസം കണ്ടത്. അപ്പൊ ഇത് 3rd ക്ലാസ് ആയിരിക്കും അല്ലെ നമ്മുടെ ഈ ഒരു സെഷൻ? ഓക്കെ. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ അസോസിയേഷൻ ആൻഡ് ഫീൽഡ് തിയറീസ് ആണ് രണ്ടാമത്തെ ദിവസം. അതിന്റെ ഒരു ഡിസ്റ്റിങ്വിഷ് ചെയ്തൊരു ഭാഗം കണ്ടു, ഡിഫറൻഷിയേറ്റ് ചെയ്തത്. ദെൻ നമ്മൾ ഓരോ തിയറിയിലേക്ക് പോവുകയായിരുന്നു. തൊണ്ടേക്കിന്റെ കണക്ഷനിസം അഥവാ ട്രയൽ ആൻഡ് എറർ തിയറി, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിന്റെ ആ ഒരു എക്സ്പെരിമെന്റ് നടത്തുന്ന ബോക്സ്, പസിൽ ബോക്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന ബോക്സ്, ആ ഒരു എക്സ്പെരിമെന്റ്, അതുമായി ബന്ധപ്പെട്ട ചില ലോകളാണ്. ലോ ഓഫ് റെഡിനെസ്, അതേപോലെ തന്നെ ലോ ഓഫ് എക്സസൈസ്, ലോ ഓഫ് എഫക്റ്റ്, ഇങ്ങനെയൊക്കെയുള്ള ലോസ്. പിന്നെ തൊണ്ടേക്കിന്റെ തിയറിന്റെ ലിമിറ്റേഷൻസ്. അത് കഴിഞ്ഞിട്ട് പാവ്ലോവിന്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിലേക്കാണ് പോയത്. ഇവാൻ പാവ്ലോവ് ആണ് അതിന്റെ പ്രൊപ്പണന്റ്. ആ ഒരു തിയറി എങ്ങനെയാണ് അദ്ദേഹം കോയിൻ ചെയ്തെടുത്തത് എന്നുമായി ബന്ധപ്പെട്ട ഒരു പിക്ചർ, അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റുകൾ. ഇപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ കണ്ടത് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്, അഥവാ നമ്മൾ നായക്ക് ഫുഡ് കൊടുക്കുന്നു, അപ്പോൾ അൺകണ്ടീഷൻഡ് റെസ്പോൺസ് ഉണ്ടായി, അഥവാ നായന്റെ വായിൽ വെള്ളം അല്ലെങ്കിൽ ഉമിനീരുണ്ടായി, സലൈവ ഉണ്ടായി എന്നുള്ളതാണ്. പിന്നീട് ഈ സ്റ്റിമുലസിനെ കണ്ടീഷൻ ചെയ്യാണ്, ഒരു ബെല്ല് കൊണ്ട് കണ്ടീഷൻ ചെയ്യാണ്. ബെല്ലടിച്ച് ഫുഡ് കൊടുക്കുക. അപ്പൊ ആ സ്റ്റിമുലസിനെ കണ്ടീഷൻ ചെയ്ത് കഴിഞ്ഞു, ബെല്ലിനോട് കണ്ടീഷൻ ചെയ്തു. അപ്പൊ ആ സമയത്ത് കണ്ടീഷൻഡ് റെസ്പോൺസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റി എന്നുള്ളതാണ് തിയറി. അപ്പം ബെല്ല് കേട്ടാല് ഫുഡ് കിട്ടുമെന്ന ഒരു എക്സ്പെക്ടേഷനിൽ ആ ഡോഗിന്റെ വായിൽ സലൈവ ക്രിയേറ്റ് ചെയ്യണം. പിന്നെ വെറും ബെല്ലടിച്ചാൽ മതി, വായിൽ സലൈവ വരും എന്നൊരവസ്ഥയിലേക്ക് എത്തുകയാണ്. അപ്പോ പിന്നീട് വെറും ഈ ഒരു കണ്ടീഷനിങ് മാത്രം കേൾക്കുമ്പോൾ തന്നെ ആക്ച്വലി റെസ്പോൺസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് തിയറി. അപ്പൊ നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങളെ കണ്ടീഷൻ ചെയ്ത് വെക്കാം. അങ്ങനെ കണ്ടീഷൻ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ബിഹേവിയർ മോഡിഫിക്കേഷൻ നടത്താം, അല്ലെങ്കിൽ ബിഹേവിയർ ഫോർമേഷൻ നടത്താം എന്നുള്ളതാണ് പാവ്ലോവിന്റെ തിയറി കൊണ്ട് പഠിച്ചത്. അതിന്റെ എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻ ആണ് പിന്നീട് നോക്കിയത്. എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മുടെ ക്ലാസ് റൂമിൽ നമ്മൾ എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുക, എന്തിനാണ് ഈ ഒരു തിയറി ഉപയോഗിക്കുക, അതാണ് എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നീട് അതിന്റെ കുറച്ച് ലിമിറ്റേഷൻസ്. ദെൻ ഇവിടെ മുതലാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാനുള്ളത്. ലോ ഓഫ് കണ്ടീഷനിങ് ആണ്. ഇതിന്റെ കുറച്ച് ലോകളാണ്, കണ്ടീഷനിങ് ബന്ധപ്പെട്ട കുറച്ച് നിയമങ്ങളാണ്, ചെറിയ ലോകളാണ്. ഒന്ന് ലോ ഓഫ് കോസേഷൻ ആണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എ കണ്ടീഷൻഡ് റെസ്പോൺസ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ എ സീരീസ് ഓഫ് കണക്റ്റഡ് പെയറിംഗ് ഓഫ് കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആൻഡ് അൺകണ്ടീഷൻഡ് റെസ്പോൺസ്. നമ്മൾ ഫുഡിന് വേണ്ടിയിട്ട് ബെല്ല് കൊടുത്തു, അപ്പം അവിടെ ഒരു കണ്ടീഷൻ റെസ്പോൺസ് ഉണ്ടായി. നായന്റെ വായിൽ സലൈവ ഉണ്ടായി. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, കുറെ സ്റ്റിമുലസുകൾ ഇങ്ങനെ കണക്ട് ചെയ്യാം, കണ്ടീഷൻ ചെയ്യാം എന്നാണ് പറയുന്നത്.
സോ എ കണ്ടീഷൻ റെസ്പോൺസ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ്. അപ്പൊ അത്തരത്തിലുള്ള കണ്ടീഷൻഡ് റെസ്പോൺസുകൾ നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, അപ്പൊ ഇപ്പൊ ബെല്ലിനോട് നമ്മൾ കണ്ടീഷൻ ചെയ്യുന്നതോടുകൂടി ബെല്ല് കേൾക്കുമ്പോൾ നായന്റെ വായിൽ സലൈവ വരും. ഇനി ബെല്ലല്ല മറ്റെന്തെങ്കിലും ഇതുപോലെ തന്നെ ഇങ്ങനെ കണ്ടീഷൻ ചെയ്യുകയാണെങ്കിൽ അതെല്ലാം കാണുമ്പോൾ നായക്ക് സലൈവ വരുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകാം. അതാണ് ലോ ഓഫ് കോസേഷൻ. അഥവാ കണ്ടീഷനിങ്ങിന്റെ ഭാഗമായി കോസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റെസ്പോൺസസ് ഉണ്ടാക്കാം എന്നാണ് പറയുന്നത്. രണ്ട്, ലോ ഓഫ് എക്സ്പെരിമെന്റൽ എക്സ്റ്റിങ്ഷൻ ആണ്. If the conditioned response is elicited without reinforcement by the representation of the unconditioned stimulus, then conditioned response get weakened and finally disappears. ഇവിടെ പറയുന്നത് നമ്മളൊരു കണ്ടീഷൻഡ് സ്റ്റിമുലസ് കൊടുത്തു, അതിങ്ങനെ കൊടുത്ത് കണ്ടീഷൻഡ് റെസ്പോൺസ് ഉണ്ടാക്കുകയാണ്. എന്നാൽ പിന്നീട് ഈ ഒരു ഇഫ് ദ കണ്ടീഷൻ റെസ്പോൺസ് ഇസ് എലിസിറ്റഡ് വിത്തൗട്ട് റീഎൻഫോഴ്സ്മെന്റ്, ഈ റെസ്പോൺസിന് നമ്മൾ റീഎൻഫോഴ്സ്മെന്റ് ഒന്നും കിട്ടണില്ല, അല്ലെങ്കിൽ അങ്ങനെ റെസ്പോൺസ് വരുമ്പോൾ നായക്ക് പ്രത്യേകിച്ചൊരു ലാഭമൊന്നും കിട്ടുന്നില്ല, റീഎൻഫോഴ്സ്മെന്റ് ഒന്നും കിട്ടണില്ലെങ്കിൽ നമ്മുടെ കണ്ടീഷൻ റെസ്പോൺസ് വീക്ക് ആയി പോകുന്നതാണ് പറയുന്നത്. അപ്പൊ സലൈവ് വന്നു, നായക്ക് ഫുഡ് കിട്ടി, റൈറ്റ്. അപ്പോ ബെല്ലടിച്ചാല് സലൈവ് വരും, നായക്ക് ഫുഡ് കിട്ടണം. എന്നാൽ അവിടെ റീഎൻഫോഴ്സ്മെന്റ് ഇല്ല, ആ ഒരു ഫുഡ് പിന്നെ കിട്ടണില്ല, ബെല്ലടിക്കണുള്ളൂ, നായക്ക് സലൈവ് വരുന്നു, ഫുഡ് കൊടുക്കണില്ല. അതങ്ങനെ റിപ്പീറ്റ് ചെയ്താൽ എന്താകും, നായ മനസ്സിലാക്കും കണ്ടീഷൻ ചെയ്താലും ബെല്ലടിച്ചാലും എനിക്ക് ഫുഡ് കിട്ടാൻ പോണില്ല എന്ന് നായ എന്ത് ചെയ്യും, മനസ്സിലാക്കും. സോ റീഇൻഫോഴ്സ്മെന്റ് കുറഞ്ഞാല് എന്ത് ചെയ്യും, കണ്ടീഷൻ റെസ്പോൺസ് കുറഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്, വീക്കൻ ആയി പോകും, അവസാനം അത് ഡിസപ്പിയർ ആയി പോകും എന്നുള്ളതാണ് ലോ ഓഫ് എക്സ്പെരിമെന്റൽ എക്സ്റ്റിങ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകം മനസ്സിലാക്കുക, ബെല്ലടിച്ചപ്പോ ഫുഡ് കൊടുത്തു, സലൈവ വന്നു, പിന്നീട് ഇങ്ങനെ അത് നായന്റെ ഒരു ഹാബിറ്റ് ആയി, ബെല്ല് മാത്രം അടിച്ചപ്പോ സലൈവ വന്നു. എന്നാൽ അതിങ്ങനെ തുടർന്ന് പോവാണ്. ആ സലൈവ വന്നാൽ ഉടനെ നായക്ക് ഫുഡ് കിട്ടണം, എങ്കിൽ അടുത്ത ദിവസം ബെല്ലടിച്ചാല് സലൈവ വരും, എന്ത് ചെയ്യും, ഫുഡ് കൊടുക്കണം. എന്നാൽ ഫുഡ് കൊടുക്കൽ നിർത്തി, റീഎൻഫോഴ്സ്മെന്റ് നിർത്തി സങ്കല്പിക്കുക, എങ്കിൽ ബെല്ലടിച്ചാല് പിന്നീട് സലൈവ വരുന്നൊരവസ്ഥ ഉണ്ടാവില്ല. നായന്റെ ആ ഒരു ബിഹേവിയർ ചേഞ്ച് ആയി പോകുന്നതാണ് പറയുന്നത്. Then law of generalization എന്നുള്ളതാണ് തേർഡ് ലോ. Once the conditioned response is established, it may be bring forth by any stimulus similar to the original conditioned response. അപ്പം ഒരു ബെല്ല് കേട്ടു, നായ്ക്ക് സലൈവ വരുന്നു, ഫുഡ് കിട്ടും. എന്നാൽ പിന്നെ ബെല്ലല്ല, ബെല്ലിനെ പോലുള്ള വേറെ എന്തെങ്കിലും ഒരു വസ്തുത, ഒരു സാധാരണ ബെല്ലടിക്കലാണ്, പിന്നെ ആ സമയം ഇപ്പോ ആ ഒരു ബെല്ലിന്റെ പിന്നെ ഇരുമ്പ് നിലത്ത് വീണു സൗണ്ട് ഉണ്ടായി, ശരിക്കും ബെല്ലടിച്ചതല്ല, ഏകദേശം അതേപോലെ, അല്ലെങ്കിൽ ഒരു പാത്രം വീണു. സോ അത്തരത്തിൽ സിമിലർ സൗണ്ട് വന്നാലും നായന്റെ ഇതിൽ എന്ത് വരും, സലൈവ വരും എന്നാ പറയണേ, അല്ലെങ്കിൽ റെസ്പോൺസ് ഉണ്ടാവുന്ന പറയണേ. കാരണം ഏകദേശം സിമിലർ ആയ ഒന്ന് മതി എന്നുള്ളതാണ്. നമ്മളൊരു ചൊല്ല് പറയാറുണ്ടല്ലോ, കരടിന് മുന്നിൽപ്പെട്ട ആൾക്ക് കമ്പിളി പോച്ചോനെ പേടി എന്ന് പറഞ്ഞ പോലെ, പിന്നീട് അതേ രൂപത്തിൽ വരുന്ന മറ്റെന്തിനേയും എന്തോ ഞങ്ങൾ മറ്റേ ചൂടുവെള്ളത്തിലാണ് പൂച്ച പച്ചവെള്ളം കണ്ടാൽ പേടിക്കുന്ന അറിയില്ലേ, ചൂടുവെള്ളത്തിൽ ചാടി പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുന്ന പോലെ അത് കണ്ടീഷൻ ചെയ്ത് കഴിഞ്ഞു. പിന്നെ സിമിലർ ആയ സംഭവം കണ്ടാലും എന്ത് ചെയ്യും, ഒരു പക്ഷെ ആ ഒരു റെസ്പോൺസ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. വേറെ പോലീസിനെ കണ്ട് പേടിച്ച ഒരാള് സെക്യൂരിറ്റിനെ കണ്ടാൽ ഓർമ്മ കണ്ടിട്ടില്ലേ, സെക്യൂരിറ്റി ആ ഒരു വേഷം കണ്ടാലേ. അതേപോലെ പോലീസ് ജീപ്പിൽ സ്ഥിരമായി പോലീസ് ജീപ്പ് ബൊലേറോ ആയിരിക്കും, വൈറ്റ് ബൊലേറോ, ആ ബൊലേറോ ജീപ്പ് കണ്ടാൽ പേടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. 4 ലോ ഓഫ് ഡിസ്ക്രിമിനേഷൻ ആണ്. അതുകൊണ്ട് പറയുന്നത് സെലക്റ്റീവ് കണ്ടിന്യൂസ് റെസ്പോൺസ് ക്യാൻ ബി എസ്റ്റാബ്ലിഷ്ഡ് ബൈ സെലക്റ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. അപ്പം ഏതെങ്കിലും ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു റെസ്പോൺസ് നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ അതേപോലെ നമുക്ക് സെലക്റ്റീവ് ആയിട്ട് റീഇൻഫോഴ്സ്മെന്റുകൾ എന്ത് ചെയ്യാം, പ്ലാൻ ചെയ്യാം എന്നാണ്. ആൻ ഓർഗാനിസം ലേൺ ടു റെസ്പോണ്ട് ഡിഫറെന്റ്ലി ടു ഡിസ്റ്റിങ്ക്ട് സ്റ്റിമുലി. അപ്പം ഒരു കണ്ടീഷനിൽ ഒരു റെസ്പോൺസ്, പിന്നെ നമുക്ക് കണ്ടീഷൻ മാറ്റി റെസ്പോൺസ് മാറ്റാം, ഇത്തരത്തിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാം, അത് വേറെ വേറെ റെസ്പോൺസുകളൊക്കെ നമുക്ക് ഉണ്ടാക്കാം എന്നാണ് ലോ ഓഫ് ഡിസ്ക്രിമിനേഷനിൽ പറയുന്നത്. ഇതിലൊരു റൂളും കൂടി ഉണ്ട്, 5ാമത്തെ റൂള് ലോ ഓഫ് ഹയർ ഓർഡർ കണ്ടീഷനിങ് ആണ്. ദ പെയറിംഗ് ഓഫ് എ ന്യൂട്രൽ സ്റ്റിമുലസ് വിത്ത് എ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് റിസൾട്ട് നോട്ട് ഓൺലി in its becoming a conditioned stimulus for the response, but also in its becoming reinforcing stimulus in its own right. ഉദ്ദേശിക്കുന്നത് the pairing of a neutral stimulus with unconditioned stimulus. ന്യൂട്രൽ സ്റ്റിമുലസ് അഥവാ ആദ്യം ഒരു ബെല്ല് മാത്രം അടിച്ചു സങ്കല്പിക്കുക, വെറും ഫുഡ് മാത്രം കൊടുത്തു, അത് ന്യൂട്രൽ സ്റ്റിമുലസ് ആണ്. അത് എന്തിനോട് എന്താണ് പെയർ ചെയ്യാണ്, അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്.
result not only it's becoming a conditioned stimulus for the response. അപ്പം ഇങ്ങനെ ന്യൂട്രൽ സ്റ്റിമുലസ് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസിന്റെ കൂടെ ചേർക്കാണ്, അഥവാ ചേരുമ്പോൾ അത് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആവാണ്. അങ്ങനെ ഫുഡിന്റെ കൂടെ ബെല്ല് ചേർത്തു. ബട്ട് ഓൾസോ ഇറ്റ്സ് ബിക്കമിങ് റീഇൻഫോഴ്സിംഗ് സ്റ്റിമുലസ് ഇൻ ഇറ്റ്സ് ഓൺ റൈറ്റ്. പിന്നീട് നമുക്ക് എന്ത് വെച്ചാല് ഓൾസോ ഇറ്റ്സ് ബിക്കമിങ് റീഇൻഫോഴ്സിംഗ് സ്റ്റിമുലസ്. അങ്ങനെ ഈ ന്യൂട്രൽ സ്റ്റിമുലസ് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസിന്റെ കൂടെ ചേർന്ന് ഒരു റീഇൻഫോഴ്സിംഗ് സ്റ്റിമുലസ് ആയി മാറും. അഥവാ ആദ്യം ഫുഡ് കൊടുത്തു, അപ്പോ ഒന്നും കണ്ടീഷനിങ് ഇല്ല. പിന്നീട് ബെല്ലിന് കൂടെ ഫുഡിനെ നമ്മൾ കണ്ടീഷൻ ചെയ്തു. പിന്നീട് ബെല്ലാണ് അവിടെ ആക്ച്വലി എന്ത് ചെയ്യുന്നത്, റീഇൻഫോഴ്സ് ചെയ്യുന്നത്. അപ്പൊ സ്റ്റിമുലസിനേക്കാൾ പിന്നീട് ഈ ഒരു നമ്മൾ കണ്ടീഷൻ ചെയ്ത സംഭവങ്ങൾ എന്ത് ചെയ്യും, പവർഫുൾ ആകും, റീഇൻഫോഴ്സ് ആകും എന്നാണ് ഹയർ ഓർഡർ കണ്ടീഷനിങ് എന്ന് പറയണേ. സോ നമ്മൾ ജസ്റ്റ് ന്യൂട്രൽ ആയി കൊടുത്ത സംഭവത്തെ കണ്ടീഷൻഡ് ആയി പോയാൽ അത് പിന്നീട് പവർഫുൾ ആകും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ പവർഫുൾ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാക്കാം, ഇതേപോലെ വേറെയും കണ്ടീഷനിങ് നമുക്ക് നടത്താം എന്നൊക്കെയുള്ളതാണ് ഈ ഒരു തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ റീഇൻഫോഴ്സ്മെന്റ് എന്നുള്ള വാക്ക് കേട്ടു. അപ്പൊ ഇവിടെ ഒരു ദ കോൺസെപ്റ്റ് ഓഫ് റീഇൻഫോഴ്സ്മെന്റിനെ മാത്രം ഒന്ന് പറയാണ് ഇവിടെ ഈ ഒരു ഇതില്. കാരണം റീഇൻഫോഴ്സ്മെന്റ് എന്നുള്ളത് ഒരു ഗ്രേറ്റ് ടേം ആണ്. നമ്മൾ കുട്ടികൾക്കൊക്കെ പഠിക്കാൻ വേണ്ടി എപ്പോഴും കൊടുക്കേണ്ട ഒന്നാണ് റീഇൻഫോഴ്സ്മെന്റ്. സ്ട്രോക്ക് എന്ന പേരിലും അതുപോലെ തന്നെ റിവാർഡ് എന്ന പേരിലൊക്കെ നമ്മൾ ഇതിന് വേറെ വേറെ ചെറിയ ഡിഫറൻഷിയേഷൻ ആയിട്ട് വിളിക്കാറുണ്ട്. സോ റീഇൻഫോഴ്സ്മെന്റ് ഡിഫൈൻഡ് ആസ് എ ഫിനോമിനൻ ഇൻ വിച്ച് എ ഡിസൈർഡ് റെസ്പോൺസ് when emitted is strengthened by representing a reinforcer. നമ്മളൊരു സമ്മാനം അല്ലെങ്കിൽ ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു സ്ഥാനം ഇതൊരു കുട്ടിക്ക് കൊടുക്കുന്നതോട് കൂടിയിട്ട് അവന്റെ റെസ്പോൺസിനെ നമുക്ക് സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റുന്ന പറയണേ. A reinforcer and thereby increasing the frequency of occurrence of that particular response. ഒരാളുടെ ഒരു ബിഹേവിയർ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അവർക്ക് റീഇൻഫോഴ്സ്മെന്റ് കൊടുത്താൽ മതി എന്നാണ് പറയണത്. അവർക്കുള്ള ഒരു പോസിറ്റീവ് റിവാർഡ് പോലെയാണ് റീഇൻഫോഴ്സ്മെന്റ് എന്നത് അറിയപ്പെടുന്നത്. ഒരു വാക്ക് കൊണ്ടോ അല്ലെങ്കിൽ അവർക്കൊരു ഗിഫ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ അവർക്കൊരു അംഗീകാരമായിട്ടോ അല്ലെങ്കിൽ അവർക്കൊരു സ്ഥാനക്കയറ്റമായിട്ടോ ഒക്കെ നമ്മൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞാല് അവരുടെ ബിഹേവിയർ റിപ്പീറ്റ് ചെയ്യുന്നതാണ്. പോസിറ്റീവ് ബിഹേവിയേഴ്സ് റിപ്പീറ്റ് ചെയ്യാനാണ് ആക്ച്വലി റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ കൊടുക്കുക. ഇപ്പൊ റീഇൻഫോഴ്സ്മെന്റ് തന്നെ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്നൊക്കെ രൂപത്തിൽ 2 തരം റീഇൻഫോഴ്സ്മെന്റുകൾ ഉണ്ട്. അപ്പം രണ്ടിന്റെയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്നുള്ളത് എനി സ്റ്റിമുലസ് ഈസ് അപ്ലൈഡ് ഫോളോയിങ് ആൻ ഓപ്പറന്റ് റെസ്പോൺസ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പോസിറ്റീവ് റെസ്പോൺസിന് ശേഷം കുട്ടികൾക്ക് അല്ലെങ്കിൽ ആ ചെയ്ത വ്യക്തിക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു സ്റ്റിമുലസ് ആണ്. അത് ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗിഫ്റ്റ് ആവാം, അല്ലെങ്കിൽ ഒരു വാക്കാവാം, അവർക്ക് കൊടുക്കുന്ന സമ്മാനമാവാം, എന്തുമാവാം. ദാറ്റ് സ്ട്രെങ്തൻ ദ പ്രോബബിലിറ്റീസ് ഓഫ് ഒക്കറൻസ് ഓഫ് ദാറ്റ് റെസ്പോൺസ്. വീണ്ടും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പോ ഒരു കുട്ടി ഒരു മദറിനെ അടുക്കളയിൽ സഹായിച്ചു, അപ്പൊ അന്ന് അവന് ഇഷ്ടമുള്ള ഒരു ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് അല്ലെങ്കിൽ അവന് ഇഷ്ടമുള്ള ഒരു സ്വീറ്റ്സ് കൊടുത്ത് വീണ്ടും വീണ്ടും ആ കുട്ടി മദറിനെ സഹായിക്കാനുള്ള ടെൻഡൻസി കാണിക്കും എന്നാണ് പറയണത്. നമ്മളൊരു ഡിസൈഡ് റെസ്പോൺസ് അവിടെ കിട്ടിയേക്കാണ്, അല്ലെങ്കിൽ ഒരു ഓപ്പറന്റ് റെസ്പോൺസ് നമുക്ക് കിട്ടി, അത് നമ്മൾ റീഇൻഫോഴ്സ് കൊടുത്തു. സോ വീണ്ടും വീണ്ടും ആ റെസ്പോൺസ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ആ ഒരു ബിഹേവിയർ റിപ്പീറ്റ് ചെയ്യാം എന്നുള്ളതാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ഉദ്ദേശിക്കുന്നത് എ സ്റ്റിമുലസ് ഇൻ വിച്ച് when removed following an operant response strengthen the probability of occurrence of that response. ഇവിടെ ഒരു സ്റ്റിമുലസ് when removed following an operant response, അതിനുശേഷം വന്ന റെസ്പോൺസിനെ നമ്മൾ എന്ത് ചെയ്യണം, അത് റിമൂവ് ചെയ്യിപ്പിക്കുകയാണ്. അതല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഒരു റെസ്പോൺസ് വന്നു, അല്ലെങ്കിൽ ഒരു കുട്ടി ഒരു വികൃതി കാണിച്ചു, അവന് ഇഷ്ടമല്ലാത്ത ഒരു സിറ്റുവേഷൻ കൂടി കടന്നു പോവാണ്. അപ്പം ആ ഒരു റെസ്പോൺസ് പിന്നീട് ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് അവിടെ ഈ ഒരു നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് സംബന്ധിച്ച് എന്ത് ചെയ്യണത്, സ്ട്രെങ്തൻ ചെയ്യണത്. ഇവിടെ ആക്ച്വലി അൺവാണ്ടഡ് ബിഹേവിയർ കട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആക്ച്വലി കട്ട് ചെയ്യുക മീൻസ് അതിന്റെ റേഷ്യോ കുറക്കുക, അതിന്റെ ഒരു പ്രസൻസ് ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ് ആക്ച്വലി നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. വൈകി വരുന്നൊരു കുട്ടിയോട് നീ എന്ത് ചെയ്യണം, വൈകി വരുമ്പോ ഇനി പാരന്റ് കൂട്ടി വരണം, അതല്ലെങ്കിൽ നിനക്ക് ഇവിടുന്ന് നീ ഇന്ന് ക്ലാസ് റൂം ക്ലീൻ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ അവന്റെ ആക്ച്വലി ആ വൈകി വരിക എന്നുള്ള ആ ഒരു റെസ്പോൺസിനെ അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷനിങ്ങിനെ നമ്മൾ ഒഴിവാക്കാണ്. അപ്പോ ആക്ച്വലി അവന് പിന്നീട് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുമ്പോൾ ആ ഒരു നെഗറ്റീവ് പ്രവൃത്തി ചെയ്യാനുള്ള ടെൻഡൻസി കുറഞ്ഞു വരും എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റും പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റും പറഞ്ഞ് കൂടെ തന്നെ പറയുന്നുണ്ട് പണിഷ്മെന്റ് എന്നുള്ളത്. സോ
പണിഷ്മെന്റ് എന്നുള്ളത് ആക്ച്വലി നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. ഇപ്പൊ നമ്മളൊരു കുട്ടി അവന് ഇഷ്ടമില്ലാത്ത അവന് ഇപ്പം അടിക്കുക അല്ലെങ്കിൽ ഒരുപാട് ഇമോഷൻ കൊടുക്കുക, അതൊക്കെ ഒരു പണിഷ്മെന്റിന്റെ രൂപത്തിൽ വരുന്നതാണ്. പണിഷ്മെന്റിനെ അൺപ്ലസന്റ് സ്റ്റിമുലസ് എന്നൊക്കെയാണ് നമ്മൾ പറയാ. ഇപ്പൊ ഡെഫിനിഷൻ കൊടുത്തേക്കണേ, ഇറ്റ് ഇൻവോൾവ് ദ പ്രസന്റേഷൻ ഓഫ് അൺപ്ലസന്റ് സ്റ്റിമുലസ് ടു ഡിക്രീസ് ദ പ്രോബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് റെസ്പോൺസ്. നമ്മൾ അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു സാധനത്തിനെ നമ്മൾ എന്ത് ചെയ്യാണ്, അവരിൽ അടിച്ചേൽപ്പിക്കണതൊക്കെയാണ് ആക്ച്വലി പണിഷ്മെന്റ് എന്നുള്ളതിന് വരിക. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റും പണിഷ്മെന്റും ഇങ്ങനെ മാറി മാറി നമുക്ക് ഒരു എന്താ പറയാ അടുത്തടുത്ത് വരുന്ന വാക്കുകളാണ്, അല്ലെങ്കിൽ മാറി മാറി ഉപയോഗിച്ചേക്കാം. ഇപ്പോ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റിൽ നമ്മൾ നീ വൈകി വരാതിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നേരത്തെ വരികയാണെങ്കിൽ നിനക്ക് നിന്ന് തരാം എന്ന രൂപത്തിലൊക്കെ ഒരു പോസിറ്റീവ് ആയിട്ട് നമുക്ക് അതിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ഉദ്ദേശിക്കാത്ത റെസ്പോൺസിനെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ഉദ്ദേശിക്കണേ. നമ്മൾ ഉദ്ദേശിക്കുന്ന റെസ്പോൺസിനെ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കുട്ടിക്ക് ഒരിക്കലും ഇഷ്ടമില്ലാത്തൊരു കാര്യം അവനെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നതാണ് ആക്ച്വലി പണിഷ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു റെസ്പോൺസ് ഇല്ലാതിരിക്കാൻ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളവിടെ അവനെ അടിച്ചേൽപ്പിക്കുക എന്നുള്ള സംഭവം കുറവായിരിക്കും. സോ ഇങ്ങനെ ഒരു 3 ടേംസ് ആണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആൻഡ് പണിഷ്മെന്റ്. നമ്മുടെ പണിഷ്മെന്റ് ഈസ് നോട്ട് എ നെഗറ്റീവ് റീഇൻഫോഴ്സർ ഓർ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് തന്നെ പ്രത്യേക ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായതുകൊണ്ട് അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. സോ പാവ്ലോവിന്റെ ഒരു ക്ലാസിക്കൽ കണ്ടീഷനിങ് അവിടെ കഴിയാണ്. പിന്നെ ഇവിടെ സ്കിന്നറുടെ ഓപ്പറന്റ് കണ്ടീഷനിങ് ആണ് ഇനി നമ്മൾ നോക്കുന്നത്. റൈറ്റ്, ഇപ്പോ സ്കിന്നർ ബോക്സ് ആണ് നമുക്ക് അതിന്റെ എക്സ്പെരിമെന്റ് ഉള്ളത്. ഇതിലേക്ക് വരാം. ഇവിടെ ആക്ച്വലി എന്താണ് സംഭവിക്കണം എന്നുള്ളത് നമ്മളിവിടെ വേറെ കൊടുത്തിട്ടുണ്ട്. സോ ആദ്യം പറഞ്ഞുതരാം, എന്നിട്ട് മനസ്സിലായിക്കോളും. സോ സ്കിന്നർ ബോക്സിൽ നമ്മളൊരു ഹംഗ്രി റാറ്റിനെയാണ് ഉള്ളത്. ഈ ഒരു ബോക്സിൽ ഒരു റാറ്റ് കാണാം, അത് ഹംഗ്രി റാറ്റ് ആണ്. അവിടെ ആ റാറ്റിന് ഒരു ലിവർ ഉണ്ട്. ഇവിടെ കണ്ടെങ്കിൽ ഒരു ലിവർ എന്ന് കൊടുത്തിട്ടുണ്ട്, അതിന്റെ കൈ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ആ ലിവറിൽ തട്ടിക്കഴിഞ്ഞാൽ അവിടെ അവിടെ ഒരു ഇലക്ട്രിക്കലി റെക്കോർഡഡ് ബോക്സും കൂടിയാണത്. സോ അതിൽ നെക്കി കഴിഞ്ഞാൽ അഥവാ ലിവറിൽ പ്രസ് ചെയ്താൽ ഗെറ്റിംഗ് എ ബുള്ളറ്റ് ഓഫ് ഫുഡ്, ഈ റാറ്റിന് എന്ത് കിട്ടും, ഒരു ഫുഡിന്റെ ഐറ്റംസ് കിട്ടും. അപ്പൊ അവിടെ ആ ഒരു ലിവറിൽ തട്ടനോട് കൂടിയിട്ട് പിന്നെ ഒരു ഫുഡ് ഡിസ്പെൻസർ എന്നുള്ളൊരു സംഭവം ഉണ്ട്. അതിലൂടെ ഒരു ഫുഡ് എന്ത് ചെയ്യും, ഇതിന് ആ ഒരു സ്കിന്നർ ബോക്സിലേക്ക് വരും. റൈറ്റ്, അപ്പൊ ഓരോ പ്രാവശ്യം അതിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ്, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്. അതിലൂടെ എത്ര പ്രാവശ്യം അത് പ്രസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്ന ആൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഓരോ പ്രാവശ്യം ഈ ലിവർ പ്രസ് ചെയ്യുമ്പോൾ ഫുഡ് വരും എന്നുള്ളതാണ് ആക്ച്വലി ഇതിന് കൊടുത്തിട്ടുള്ള ഒരു ടാസ്ക്. അപ്പൊ ഒരു സ്റ്റിമുലസ് അവിടെ ഉണ്ടായാൽ അപ്പൊ തന്നെ അതിനെന്തിട്ടാണ് ഒരു റെസ്പോൺസ് അവിടെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. റൈറ്റ്, സോ റിപ്പീറ്റഡ്ലി പ്രസ്സിങ് ഓൺ ദ ലിവർ എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു റാറ്റ് എന്ത് ചെയ്യും, വീണ്ടും വീണ്ടും ആ ഒരു പിന്നെ ലിവറിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കും. അപ്പൊ എന്ത് ചെയ്യും, അതിനെങ്ങനെ ഫുഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. സോ ഇവിടെ ഫുഡ് റീഇൻഫോഴ്സ്ഡ് ദ ബാർ പ്രസ്സിംഗ് റെസ്പോൺസ്. ഇവിടെ ഈ ബാറ് പ്രസ് ചെയ്യുക എന്നുള്ള, ആ ലിവർ പ്രസ് ചെയ്യുക എന്നുള്ളതിനുള്ള ഒരു പിന്നെ റീഇൻഫോഴ്സ്മെന്റ് ആണ് ആക്ച്വലി ഫുഡ് എന്ന് പറയുന്നത്. ഇപ്പൊ റീഇൻഫോഴ്സ്മെന്റ് കൊടുത്താല് ഒരു ആക്ഷനെ നമുക്ക് റിപ്പീറ്റ് ചെയ്യിപ്പിക്കാം, ഒരു ബിഹേവിയർ മോഡിഫൈ ചെയ്യിപ്പിക്കാം എന്നുള്ളതാണ് സ്കിന്നറുടെ ഈ ഒരു എക്സ്പെരിമെന്റിൽ പറയുന്നത്. ഓക്കെ, ഇനി തിയറിയിൽ എന്തൊക്കെ പറയണമെന്നുള്ളത് നോക്കാം. നോ സ്റ്റിമുലസ് ഈസ് കാപ്പബിൾ ഓഫ് എലിസിറ്റിംഗ് എ യുണീക് റെസ്പോൺസ് ഫ്രം ആൻ ഓർഗാനിസം. നമ്മൾ പാവ്ലോവിന്റെ ഇതിലൊക്കെ കണ്ടു, അവിടെ നമ്മളൊരു സ്റ്റിമുലസ് വെച്ചിട്ട് എന്ത് ചെയ്യാണ്, റെസ്പോൺസ് ഉണ്ടാക്കിപ്പിക്കുകയാണ്. റൈറ്റ്, ഇവിടെ ഇവര് ആ ഒരു പിന്നെ ലിവറിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നുവോ അപ്പോ നമ്മൾ എന്ത് ചെയ്യണം, റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുകയാണ് ആക്ച്വലി ചെയ്യുന്നത്. ദ ഓർഗാനിസം എമിറ്റ്സ് ഓൾ കൈൻഡ്സ് ഓഫ് റെസ്പോൺസസ് സ്പോണ്ടേനിയസ്ലി. എപ്പോഴും റെസ്പോൺസസ് ആണ് ഉണ്ടാവണേന്നാണ് സ്കിന്നറുടെ ഓപ്പറന്റ് കണ്ടീഷനിങ്ങിൽ പറയുന്നത്. നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുമ്പോൾ അതിന് റെസ്പോൺസസ് ആണ് ഉണ്ടാവണേ എന്നുള്ളതാണ്. റീഇൻഫോഴ്സ്മെന്റ് ഓഫ് ഡിസൈർഡ് റെസ്പോൺസ് ഈസ് ദ എസെൻസ് ഓഫ് ഓപ്പറന്റ് കണ്ടീഷനിങ്. ഓക്കെ, ഈ പോയിന്റ് എല്ലാവരും ഹൈലൈറ്റ് ചെയ്യണം. റീഇൻഫോഴ്സ്മെന്റ് ഓഫ് ഡിസൈർഡ് റെസ്പോൺസ്, നമുക്ക് എന്താണ് റെസ്പോൺസ് വേണ്ടത് അത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കണം. എനിക്ക് ഈ ഡോഗ്സ്, നമ്മൾ ഈ പെറ്റ് അനിമലൊക്കെ ഉണ്ടല്ലോ, അതിനെങ്ങനെയാണ് ട്രെയിൻ ചെയ്യാന്നറിയോ? ഇപ്പൊ നായകൾക്കും അല്ലെങ്കിൽ ആന അങ്ങനെ പെറ്റ്സിന് എങ്ങനെ നമ്മൾ ട്രെയിൻ ചെയ്യാന്ന് അത് കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ഞാൻ കണ്ടിട്ടില്ല. അവരെ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ അല്ലേ? അവർക്ക് എന്തൊരു ചെറിയ ടാസ്ക് ചെയ്യും. അവർക്ക് ഒരു ഹൈറ്റ് കൊടുത്തിട്ട് അതിന് മേലെ ചാടണം.
അങ്ങനെ അവിടെ അതിന് പേര് ചാടാനുള്ള മോട്ടിവേഷൻ ഇങ്ങനെ കൊടുക്കും. ഒരു പ്രാവശ്യം ചാടി കഴിഞ്ഞാല് ഉടനെ എന്ത് ചെയ്യുന്ന അറിയോ, അവർക്കൊരു സ്വീറ്റ്സോ അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡോ കൊടുക്കും, അഥവാ ഒരു റീഎൻഫോഴ്സ്മെന്റ് കൊടുക്കും. ആ റീഎൻഫോഴ്സ്മെന്റ് കിട്ടാൻ വേണ്ടി അവരെന്ത് ചെയ്യും, ആ ഒരു റെസ്പോൺസ് ഇങ്ങനെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അങ്ങനെയാണ് അവരെ പിന്നെ ട്രെയിൻ ചെയ്തെടുക്കുക. അപ്പോ നമ്മളൊരു ഡയലോഗ് പറഞ്ഞ്, അപ്പോ പിന്നെ ഒരു നായയോട് പറയാണ്, അപ്പോ ക്യാച്ച് ദ ടേക്ക് ദ ബോൾ എന്ന് പറഞ്ഞ് ആ ഒരു ബോൾ എന്ത് ചെയ്യണം, നായ പോയി എടുക്കണം. അപ്പൊ അത് നായ എടുത്തു കഴിഞ്ഞാൽ നായക്ക് എന്തിട്ടും അവിടെ ഒരു റീഎൻഫോഴ്സ്മെന്റ് നമ്മൾ കൊടുക്കും, റൈറ്റ്. അപ്പം ആ നായ കൂടെ ഇങ്ങനെ എടുപ്പിക്കും, അത് എടുക്കാനുള്ള എല്ലാ പ്രേരണയും കൊടുക്കും, എന്നിട്ട് എടുത്തു കഴിഞ്ഞാൽ ഉടനെ റീഎൻഫോഴ്സ്മെന്റ് കൊടുക്കും. അങ്ങനെയാണ് ഈ നായകളൊക്കെ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. അപ്പോൾ റീഎൻഫോഴ്സ്മെന്റ് ഓഫ് ഡിസൈർഡ് റെസ്പോൺസ്, നമ്മൾ ഉദ്ദേശിക്കുന്ന റെസ്പോൺസ് ആ ഒരു സബ്ജക്റ്റിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഉടനെ റീഎൻഫോഴ്സ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ഓപ്പറന്റ് കണ്ടീഷനിങ്ങിൽ പറയുന്നത്. ഈസ് ഓൾസോ കോൾഡ് ആർ കണ്ടീഷനിങ് അഥവാ ടൈപ്പ് ആർ കണ്ടീഷനിങ് അഥവാ റെസ്പോൺസ് കണ്ടീഷനിങ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ പാവ്ലോവിന്റെ തിയറിയിൽ സ്റ്റിമുലസ് ആണ് ആക്ച്വലി കൊടുത്തത്. സ്റ്റിമുലസിനെയാണ് നമ്മൾ എന്ത് ചെയ്തത്, കണ്ടീഷൻ ചെയ്തത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, റെസ്പോൺസ് കിട്ടിക്കാണ്. ഇവിടെ ആക്ച്വലി റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞിട്ട് അതിന് റീഎൻഫോഴ്സ്മെന്റ് കൊടുത്ത് അത് റിപ്പീറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ള തിയറിയാണ് സ്കിന്നറുടെ ഓപ്പറന്റ് കണ്ടീഷനിങ്ങിൽ കാണാൻ കഴിയുക. സോ ഇറ്റ് ഈസ് കോൺട്രാസ്റ്റ് ടു ക്ലാസിക്കൽ കണ്ടീഷനിങ് ടൈപ്പ് എസ് അഥവാ സ്റ്റിമുലസിനാണ് പാവ്ലോവ് എന്ത് ചെയ്തത്, ഇമ്പോർട്ടൻസ് കൊടുത്തത്. സ്കിന്നർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് റെസ്പോൺസിനാണ്. ഓക്കെ, ഇതിന് ഇൻസ്ട്രുമെന്റൽ കണ്ടീഷനിങ് ഓർ പിന്നെ ക്ലാസിക്കൽ കണ്ടീഷനിങ്. സോ ഇറ്റ് ഈസ് ടൈപ്പ് ആർ കണ്ടീഷനിങ്. ഓക്കെ, റെസ്പോൺസ് എന്നുള്ളതാണ് ആർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ റീഎൻഫോഴ്സ്മെന്റ് മസ്റ്റ് കം ആഫ്റ്റർ ഡിസൈർഡ് റെസ്പോൺസ്. ഒരാള് നമ്മൾ പറഞ്ഞ പോലെ എന്തെങ്കിലും പ്രവൃത്തി ചെയ്താൽ ഉടൻ ആ വ്യക്തിക്ക് എന്ത് കൊടുക്കണം, റീഎൻഫോഴ്സ്മെന്റ് കൊടുക്കണം എന്നാണ് ഈ ഒരു തിയറിയിൽ പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞൊരു കാര്യം കുട്ടികൾ കേട്ടാൽ അവർക്ക് എന്ത് കൊടുക്കണം, ചെറിയ സന്തോഷം കൊടുക്കണം, ചെറിയ ഒരു സ്വീറ്റ്സോ എന്തെങ്കിലും അവർക്ക് ഹാപ്പി ആകുന്ന എന്തെങ്കിലും ഒന്ന് കൊടുക്കണം എന്നാണ് ഈ ഒരു തിയറിന്റെ അപ്ലിക്കേഷൻ. ഇതിന്റെ എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻ വളരെ കുറച്ചേ കൊടുത്തിട്ടുള്ളൂ, പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് എഴുതാൻ പറ്റും. ഓക്കെ, സോ ഇൻഡിവിജ്വലൈസേഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻ, അതിൽ ഒരു പോയിന്റ് ഇൻഡിവിജ്വലൈസേഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻ എന്നുള്ളതാണ്. പ്രോഗ്രാംഡ് ലേണിംഗ് കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇൻസ്ട്രക്ഷൻ ഷാൽ ബി ഗിവൺ എന്നുള്ളതാണ്. അഥവാ ഓരോരുത്തർക്കും മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമുള്ള വർക്കുകൾ കൊടുക്കുകയും അത് കൊടുത്തു കഴിഞ്ഞാല് അഥവാ അതിന് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും ഓൾറെഡി സെറ്റ് ചെയ്ത് കൊടുക്കുകയും അത് കൊടുത്തു കഴിഞ്ഞിട്ട് അവരത് ചെയ്താൽ അതിനുള്ള ഒരു റീഎൻഫോഴ്സ്മെന്റ് കൊടുക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഒന്ന്. രണ്ട്, ബിഹേവിയർ മോഡിഫിക്കേഷൻ ടെക്നിക് ആണ്. യൂസ് ഓഫ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ്, ലേണിംഗ് ഫോർ മാസ്റ്ററി, ടീച്ചർ എഫക്റ്റീവ്നെസ് ട്രെയിനിങ്. അഥവാ ബിഹേവിയർ മോഡിഫിക്കേഷനിൽ നമുക്ക് ഈ തിയറി ഉപയോഗിക്കാം. കാരണം നമ്മളിപ്പോ ഒരു ടീച്ചർ പങ്ക്ച്വലായി ക്ലാസ് പോകില്ല, ടീച്ചർ പങ്ക്ച്വലായി ക്ലാസ്സിലേക്ക് പോകണം. അപ്പൊ അങ്ങനെ നിർദ്ദേശം കൊടുത്ത് ടീച്ചർ പങ്ക്ച്വലായി പോയി കഴിഞ്ഞാൽ ഉടനെ അടുത്ത മീറ്റിംഗിൽ എന്ത് ചെയ്യുക, അവരോടൊക്കെ പറയാം എല്ലാ അധ്യാപകരും വളരെ പങ്ക്ച്വലായി ക്ലാസ്സിലേക്ക് പോകുന്നു, അതുകൊണ്ട് നമുക്ക് സന്തോഷമുണ്ട്. അപ്പൊ അവർക്കൊരു നമ്മളൊരു സ്ട്രോക്ക് കൊടുത്തു അല്ലെങ്കിൽ ഒരു അപ്രീസിയേഷൻ കൊടുത്തു, അതോടുകൂടി അവർക്ക് എന്താണ് ഡെയിലി അങ്ങനെ പങ്ക്ച്വലായി ക്ലാസ് പോകാനുള്ള ഒരു ത്വര വരും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇത് വെച്ചിട്ടില്ലേ നമുക്കൊരു നമ്മൾ മെന്റൽ ലോക്ക് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞോ നിനക്കറിയാം, നിങ്ങൾ കേട്ടിട്ടുണ്ടോ മെന്റൽ ലോക്ക്? കേട്ടണോ? ഇല്ല, ഞാൻ കേട്ടില്ല. ഇല്ല. അതിന് ഇത്രേ ഉള്ളൂ, സംഭവം ഇത്രയാണ്. ഇപ്പൊ ഒരു ക്ലാസ്സിൽ ഇപ്പൊ ഒരു കുട്ടി നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ സങ്കല്പിക്കുക. ഇപ്പൊ ഇന്ന് ഭയങ്കര റെസ്പോണ്ട് ചെയ്യാണ്, നാളെ അവന് അധികം റെസ്പോൺസ് ഇല്ല, അങ്ങനെയൊക്കെ മനസ്സിലാക്കി. അപ്പൊ റെസ്പോണ്ട് ചെയ്യുന്ന അന്ന് അവരുടെ അടുത്ത് പറയാം, ഈ എന്റെ ക്ലാസ്സിൽ ഭയങ്കരമായി ശ്രദ്ധിക്കുന്ന ഏറ്റവും അറ്റൻറ്റീവ് ആയ സ്റ്റുഡന്റ് ആണ് എന്ന് നമ്മൾ പറഞ്ഞിട്ട് കഴിഞ്ഞാൽ പിന്നീട് അവര് ആ ഒരു അറ്റൻറ്റീവ് ആണ്, മോസ്റ്റ് അറ്റൻറ്റീവ് പേഴ്സൺ ആണ് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ അത് ആവാനുള്ള അവന്റെ ഒരു എഫേർട്ട് ഉണ്ടാവും. പിന്നീട് സംസാരിക്കുമ്പോൾ അവന് ഭയങ്കരമായി പെട്ടെന്നൊരു കുറ്റബോധം വരും. കാരണം എന്നെ പറ്റി ടീച്ചർ എങ്ങനെയാണോ പറഞ്ഞത്, അതുകൊണ്ട് ഞാനത് ആവണല്ലോ എന്നുള്ള ഒരു ചിന്ത വരും. സോ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു പ്രാവശ്യം അവൻ അങ്ങനെ റെസ്പോണ്ട് ചെയ്തപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, റീഎൻഫോഴ്സ്മെന്റ് കൊടുത്തു. സോ വീണ്ടും വീണ്ടും അത് ആവർത്തിക്കാനുള്ള ടെൻഡൻസി കൂടും എന്നാണ് പറയുന്നത്. ഇപ്പൊ നേരത്തെ വന്നൊരു കുട്ടിയോട് നീ ഇങ്ങനെ ക്ലാസ്സിൽ നേരത്തെ എത്ര ശ്രദ്ധിച്ചിട്ടുണ്ട്, അത് നിന്റെ ഒരു ക്വാളിറ്റി ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, കണ്ടീഷൻ ചെയ്ത് വെക്കുക. പിന്നീട് അവൻ അതിൽ നിന്ന് മാറുക എന്നുള്ളത് ഭയങ്കര പ്രയാസമായിരിക്കും എന്നുള്ളതാണ് സത്യം. അതുപോലെ മാർക്ക് സ്ഥിരമായി കിട്ടുന്ന കുട്ടിയോട് പറയാം, ആദ്യത്തെ 5 റാങ്കിൽ ഈ ഉണ്ടാവും എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞു വെക്കുക. അപ്പൊ അങ്ങനെ ആദ്യത്തെ 5 റാങ്കിന് മുമ്പേ വന്നിട്ടുണ്ടാവും. സോ അവന് പിന്നെ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും. കാരണം ടീച്ചറുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് ഞാൻ മൂവ് ചെയ്യണമല്ലോ എന്നുള്ളൊരു ചിന്തയൊക്കെ വരും. ഇങ്ങനെ ഞാൻ സാധാരണ ചെയ്യുന്ന ഒരു സാധനമാണ് മെന്റൽ ലോക്ക് എന്ന് ഞാൻ വിളിക്കുന്നത്. ഓക്കെ, ആക്ച്വലി കണ്ടീഷൻ ചെയ്യാണ്.
ഇനി ഇവിടെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും ഓപ്പറേറ്റ് കണ്ടീഷനും തമ്മിലൊരു ക്ലാസിഫിക്കേഷൻ ആണ്. കുറച്ച് പോയിന്റ്സ് ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്, ബാക്കി നിങ്ങൾ അതിൽ നോക്കിയാൽ മതി. ഒന്ന്, ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്നുള്ളത് ഡെവലപ്പ് ചെയ്തത് പാവ്ലോവ് ആണ്. ഓപ്പറേറ്റ് കണ്ടീഷനിങ് സ്കിന്നർ ആണ്. ഓക്കെ, ഇത് രണ്ടും പ്രധാനപ്പെട്ട തിയറികളാണ് കേട്ടോ. പരീക്ഷയ്ക്ക് സാധാരണ എപ്പോഴും എല്ലാ B.Edലും ഒക്കെ വരുന്നതാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് ഓഫ് പാവ്ലോവും ഓപ്പറേറ്റ് കണ്ടീഷനിങ് ഓഫ് B.F. സ്കിന്നറും. ഓക്കെ, ഇവിടെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ പാവ്ലോവ് സ്റ്റിമുലസിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്, ഇപ്പുറത്ത് നമ്മൾ റെസ്പോൺസിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഓക്കെ, അപ്പൊ റീഇൻഫോഴ്സ്മെന്റ് കൊടുത്തിട്ട് റെസ്പോൺസ് കിട്ടും എന്നാണ് ആക്ച്വലി ഓപ്പറേറ്റ് കണ്ടീഷനിങ്ങിൽ പറയുന്നത്. ദെൻ conditioned response is forced by unconditioned stimulus. സ്റ്റിമുലസിനെ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസിനെ പിന്നീട് കണ്ടീഷൻ ചെയ്തിട്ട് കണ്ടീഷൻഡ് റെസ്പോൺസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് ഉള്ളത്. മറ്റൊടുത്താണെങ്കിലോ നമുക്ക് അവിടെ കറസ്പോണ്ട് ഈസ് വളണ്ടറി ആൻഡ് സ്പോണ്ടേനിയസ്. വളണ്ടറിലി ഒരാളെ കൊണ്ട് പ്രവൃത്തി ചെയ്യിപ്പിക്കുകയാണ്, അപ്പൊ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കും, അപ്പൊ എന്ത് ചെയ്യും, അവരത് സ്പോണ്ടേനിയസ് ചെയ്യും എന്നുള്ളതേ ഉള്ളൂ. റെസ്പോൺസിനാണ് പ്രാധാന്യം കൂടുതൽ. ദെൻ 4, reinforcement occurs without regard to subject's behavior. Reinforcement occurs without regard to subject behavior. ആ സബ്ജക്റ്റിന്റെ പ്രത്യേക സ്വഭാവത്തെ ഹൈലൈറ്റ് ചെയ്യാതെ ഒരു റീഇൻഫോഴ്സ്മെന്റ് അതിൽ കൊടുക്കുന്നുണ്ട്. ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിലും റീഇൻഫോഴ്സ്മെന്റ് ഉണ്ട്, എന്നാൽ ഇവിടെ പിന്നെ ദ റിവാർഡ് ഈസ് ഡിപ്പെൻഡന്റ് ആണ്. അഥവാ റീഇൻഫോഴ്സ്മെന്റ് അല്ലെങ്കിൽ റിവാർഡ് കൊടുത്താലേ നല്ല ബിഹേവിയർ ഉണ്ടാകൂ എന്നാണ് ഇവിടെ പറയുന്നത്. മറ്റൊടുത്താണെങ്കിൽ നമ്മൾ കണ്ടീഷൻ ചെയ്യാണ്, ആ കണ്ടീഷനിങ് ഇങ്ങനെ മുന്നോട്ട് പോയാൽ മതി എന്നാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ പാവ്ലോവ് പറഞ്ഞു വെച്ചത്. 5, ലോ ഓഫ് കോണ്ടിഗ്യൂറ്റി ഈസ് എ ബേസിസ് ഓഫ് കണ്ടീഷനിങ്. സോ അതിൽ ഉദ്ദേശിക്കുന്നതാണ് ലേണിംഗ് ഒക്യൂസ് വെൻ ഇവന്റ്സ് ഹാപ്പൻ ക്ലോസ് ടുഗദർ ഇൻ ടൈം. അഥവാ ഓരോ ഇവന്റ് നമ്മൾ കണ്ടീഷൻ ചെയ്തു വെച്ചതൊക്കെ ഒരേ സമയത്ത് സാധിക്കുമ്പോഴാണ് ആക്ച്വലി ലേണിംഗ് സംഭവിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഓപ്പറന്റ് കണ്ടീഷനിങ്ങിൽ ലോ ഓഫ് എഫക്റ്റ് ആണ്. ലോ ഓഫ് എഫക്റ്റ് എന്താ വെച്ചാൽ ബിഹേവിയർ ഫോളോഡ് ബൈ ഫേവറബിൾ കോൺസിക്വൻസസ് ആർ റിപ്പീറ്റഡ്. നമ്മളൊരു ബിഹേവിയർ ഉണ്ടായി, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫേവറബിൾ കണ്ടീഷൻ ആണ് ഉണ്ടായതെങ്കിൽ, അഥവാ ഒരു റീഇൻഫോഴ്സ്മെന്റ് സന്തോഷമാണ് കിട്ടിയതെങ്കിൽ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതൊക്കെയാണ് ഓപ്പറന്റ് കണ്ടീഷനിങ്ങിൽ ഉള്ളത്. ഇതിൽ പിന്നെ ഒരുപാട് പറയുന്നുണ്ട് കേട്ടോ. ഇറ്റ് ഈസ് റിലേറ്റഡ് ആൻഡ് കൺട്രോൾഡ് ബൈ ഓട്ടോണമസ് നെർവസ് സിസ്റ്റം ഇൻ ദ ഓർഗാനിസം. ഓട്ടോണമസ് നെർവസ് സിസ്റ്റം ആണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. മറ്റൊരു പറയുന്നുണ്ട് സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നുണ്ട്. പിന്നെ 7ാമത് ഇറ്റ് ഫോക്കസ് ഓൺ സിംഗിൾ സ്റ്റിമുലസ് റെസ്പോണ്ട് വോണ്ടേജ്. ഒരു സ്റ്റിമുലസിന് ഒരു റെസ്പോൺസ്, അങ്ങനെയാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് ഉള്ളത്. എന്നാൽ ഓപ്പറന്റ് കണ്ടീഷനിങ്ങിൽ ചെയിൻ ഓഫ് സീക്വൻസ് റെസ്പോൺസസ് ആണ് കാണാൻ കഴിയുക. അപ്പൊ നമ്മളൊരു ബിഹേവിയർ ഷേപ്പ് ചെയ്യാണ്, അപ്പം അതുമായി റിലേറ്റഡ് ആയ കുറെ ബിഹേവിയേഴ്സ് അവിടെ ഫോം ചെയ്യപ്പെടുന്നൊക്കെയാണ് ഓപ്പറന്റ് കണ്ടീഷനിങ്ങിൽ പറയുന്നത്. 8 ക്ലാസിക്കലി കണ്ടീഷൻഡ് റിഫ്ലക്സസ് മേ ഹാവ് 0 സ്ട്രെങ്ത് ഇനീഷ്യലി. തുടക്കത്തിൽ ഇതിനെന്തില്ല, വലിയ പ്രസക്തിയോ അല്ലെങ്കിൽ അവിടെ ഒരു ബോണ്ടിങ്ങോ കണ്ടീഷനിങ്ങോ ഇല്ല, പിന്നെയാണ് കണ്ടീഷൻ ആയി വരുന്നത്. എന്നാൽ ഓപ്പറന്റ് കണ്ടീഷനിൽ cannot have 0 strength because it has to occur at least once before it can be reinforced. അപ്പൊ ആക്ച്വലി സ്കിന്നറിന്റെ ഓപ്പറന്റ് കണ്ടീഷനിങ്ങിൽ ഒരു പ്രാവശ്യമെങ്കിലും അത് നടക്കണം. ഒരു പ്രാവശ്യം നടന്നാലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നത്. മറ്റൊരു ഫുഡ് കൊടുത്തു, സലൈവ് വരാതിരിക്കാം, എന്നാൽ വീണ്ടും ഫുഡ് കൊടുക്കും, വീണ്ടും അങ്ങനെ സലൈവ് വരും, അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷനിങ് ബെല്ലിൽ കണ്ടീഷൻ ചെയ്യും, അങ്ങനെ എന്ത് ചെയ്യും, അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. ഇവിടെ ഓപ്പണിംഗ് കണ്ടീഷനിങ്ങിലാണെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യമെങ്കിലും എന്ത് വരണം, ആ ഒരു സ്റ്റിമുലസ് ഉണ്ടാവണം, അപ്പോഴാണ് നമുക്ക് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. പിന്നെ അൺകണ്ടീഷൻഡ് റെസ്പോൺസും കണ്ടീഷൻഡ് റെസ്പോൺസും സെയിം ആണ് ക്ലാസിക്കൽ കണ്ടീഷനിൽ. അഥവാ ഫുഡ് കൊടുത്തപ്പോൾ സലൈവ് വന്നു, ബെല്ലടിച്ച് ഫുഡ് കൊടുത്തപ്പോൾ സലൈവ് വന്നു, ബെല്ല് എത്ര പ്രാവശ്യം അടിച്ച് ഫുഡ് കൊടുത്താലും വരാനുള്ളത് തന്നെയാണ്, സലൈവ് തന്നെയാണ്. സോ അൺകണ്ടീഷൻഡ് റെസ്പോൺസും കണ്ടീഷൻഡ് റെസ്പോൺസും സെയിം ആണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ. എന്നാൽ ഇപ്പുറത്ത് അൺകണ്ടീഷൻഡ് റെസ്പോൺസ് ആൻഡ് കണ്ടീഷൻഡ് റെസ്പോൺസ് ആർ ഡിഫറെന്റ്. ഇവിടെ കണ്ടീഷനിങ് അല്ല, ആക്ച്വലി ഒരു ബിഹേവിയറിന് റീഇൻഫോഴ്സ്മെന്റ് ആണ്. അതെന്താവാം, റീഇൻഫോഴ്സ്മെന്റ് മാറി മാറി വരാം. ഓക്കെ, അത് മാറുന്നതനുസരിച്ച് ഇപ്പുറത്തുള്ള സ്ട്രെങ്തനിങ് കൂടാം കുറയാം, വ്യത്യസ്തമായ ഒരു റെസ്പോൺസ് അതിന് നമുക്ക് കിട്ടാം. ഇതിൽ റെസ്പോണ്ടന്റ് ബിഹേവിയർ ഈസ് ഇന്റേണൽ. റെസ്പോണ്ടന്റ് ഇന്റേണലി ബിഹേവ് ചെയ്യാണ്, അഥവാ ഉള്ളിലുള്ള മാറ്റങ്ങളാണ് അവിടെ ആക്ച്വലി നടക്കുക, അല്ലെ. ബെല്ല് കേൾക്കുമ്പോൾ ഇങ്ങനെ ഫുഡിൽ വേണം, ഫുഡിന്റെ ഓർമ്മ വരുന്നു, സലൈവ് വരുന്നു എന്നൊക്കെ ഉള്ളത് ഇന്റേണൽ ആണ്. എന്നാൽ ഇവിടെ എക്സ്റ്റേണൽ ആണ്, കാരണം ഒരു ബിഹേവിയർ അവിടെ കാണണം. And it is the behavior with which the organism operates on the environment. പ്രവൃത്തിയിൽ വരണം, പ്രകൃതിയിൽ നമുക്കത് കാണാൻ കഴിയണം എന്നുള്ളതാണ്
ഓപ്പറന്റ് കണ്ടീഷനിങ്ങിന്റെ ഒരു ഡിഫറൻസ്. അങ്ങനെ ഒരു 10 ഡിഫറൻസസ് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു 5-6 ഡിഫറൻസ് എങ്കിലും നമുക്ക് വളരെ സുഖമായി എഴുതാൻ പറ്റണം എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഇനി ഇവിടെ റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ കുറെ പറഞ്ഞു. പ്രത്യേകിച്ച് സ്കിന്നറിന്റെ എക്സ്പെരിമെന്റിൽ റീഇൻഫോഴ്സ്മെന്റ് ആണ് അടുത്തൊരു എന്താ പറയാ സ്റ്റിമുലസിനെ ഉണ്ടാക്കുന്നത്, നമ്മുടെ ബിഹേവിയർ മോഡിഫൈ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു. ഇവിടെ റീഇൻഫോഴ്സ്മെന്റും ഫീഡ്ബാക്കും തമ്മിലുള്ള ഡിഫറൻസിയേഷൻ ആണ് 319ന്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പൊ ഫീഡ്ബാക്ക് എന്നുള്ള സംഭവത്തെ ആഡ് ചെയ്യാണ്. ടെക്സ്റ്റ് ബുക്കിൽ ഇത് പാരഗ്രാഫ് ആയിട്ടാണ് ഉള്ളത്, ഞാൻ അതിൽ ജസ്റ്റ് ഒരു കോളമാക്കി മാറ്റിയതാണ്. റീഇൻഫോഴ്സ്മെന്റ് സ്ട്രെങ്തനിങ് ദ പ്രോബബിലിറ്റി ഓഫ് ഒക്യൂറൻസ് ഓഫ് എ ഡിസൈർഡ് റെസ്പോൺസ്. ഒരു കുട്ടി ക്ലാസ്സിൽ ഫസ്റ്റ് വാങ്ങി, അത് നമ്മൾ അവന് ഒരു ഗിഫ്റ്റ് കൊടുത്തു, അത് അവൻ എന്ത് ചെയ്യാണ്, സ്ട്രെങ്തനിങ് ദ പ്രോബബിലിറ്റി ആണ്. വീണ്ടും അവൻ ഫസ്റ്റ് വാങ്ങാനുള്ള ഒരു ത്വര അവനിൽ കൂടി വരും, അല്ലെങ്കിൽ ആ ഒരു റെസ്പോൺസ് ഇനിയും ഉണ്ടാവാനുള്ള ഒരു സാധ്യത, പ്രോബബിലിറ്റി കൂടി വരും എന്നുള്ളതാണ് റെസ്പോൺസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫീഡ്ബാക്ക് എന്നുള്ളത് നോളജ് ഓഫ് റിസൾട്ട് ഓഫ് വൺസ് ഓൺ ആക്ഷൻ. അവന് നന്നായി പെർഫോം ചെയ്തു, അതിനെ കുറിച്ചൊരു അറിവ് അവന് കൊടുക്കുകയാണ്, നിന്റെ പ്രവർത്തനങ്ങൾ അടിപൊളിയായിരുന്നു എന്നുള്ള ഒരു നോളജ് ആണ് ആക്ച്വലി ഫീഡ്ബാക്ക്. ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യല്ല, രണ്ടിന് 2 പോയിന്റ്സ് ആയിട്ട് പഠിച്ചാൽ മതി. ഓക്കെ, റീഇൻഫോഴ്സ്മെന്റ്, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് മേ ബി എനി റിവാർഡ്, ഫുഡ്, ടോയ് എക്സെട്ര. പോസിറ്റിവിറ്റി കൊടുക്കുമ്പോൾ എന്താവും, അവര് ഫുഡ് ആവാം, മിഠായി ആവാം, ടോയ്സ് ആവാം, എന്തുമാവാം. അതൊരു ഫിസിക്കൽ ലെവലാണ് ആക്ച്വലി. നമ്മൾ അവർക്ക് തന്നെ കാണാൻ കഴിയും. ആക്ച്വലി അവർക്ക് ഒരു മിഠായി കിട്ടും, അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് കിട്ടും, അല്ലെങ്കിൽ ഒരു ഷർട്ട് കിട്ടും, അല്ലെങ്കിൽ ഒരു ടോയ് കിട്ടും എന്നൊക്കെ ഉള്ളതാണ്. ഈ റീഇൻഫോഴ്സ്മെന്റ് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുക കുട്ടികളാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു എഫക്ട് നമുക്ക് കൂടുതൽ കിട്ടുക കുട്ടികളിലാണെന്നാണ്. പക്ഷെ വലിയവരിലും റീഇൻഫോഴ്സ്മെന്റ് എന്തിട്ടും റിസൾട്ട് കിട്ടും എന്നുള്ളതാണ് സൈക്കോളജി തന്നെ പറയുന്നത്. ഫീഡ്ബാക്ക് ആകുമ്പോൾ അവരുടെ പ്രവർത്തനത്തെ കുറിച്ച് ഒരു നോളജ് ആണ്. ഇറ്റ് സെർവ്സ് ആസ് എ പോസിറ്റീവ് റീഇൻഫോർമർ. നല്ല ഫീഡ്ബാക്ക് കിട്ടുക എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് തന്നെയാണ്. ഓക്കെ, ആൻഡ് ഇറ്റ് എൻഹാൻസസ് ദ ലെവൽ ഓഫ് പെർഫോമൻസ്. അങ്ങനെ നല്ല ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും ആ പ്രവൃത്തി ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ദെൻ ഇത് സൈക്കോളജിക്കൽ ആണ്, നമ്മുടെ മനസ്സിനുള്ളിലാണ് ആക്ച്വലി ഈ ഒരു ഫീഡ്ബാക്ക്, അത് എന്ത് ഇമ്പാക്ട് ഉണ്ടാക്കി, എത്രത്തോളം നമ്മളെ ബാധിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ ആക്ച്വലി ദാറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് അവർ മൈൻഡ്. ഓക്കെ, ദെൻ സ്യൂട്ടബിൾ ഫോർ അഡൽട്ട്. ഇത് ഏറ്റവും കൂടുതൽ നല്ലത് അഡൽട്ടിനാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഒരു മിഠായി കൊടുക്കാനും അല്ലെങ്കിൽ ചെറിയ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ നല്ലത് കുട്ടികൾക്കാണ്, നല്ല ഫീഡ്ബാക്ക് കൊടുക്കാൻ നല്ലത് അഡൽട്ടിനാണെന്നാണ്. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ലാസ്റ്റ് പോയിന്റ് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് പോയിന്റ് ആയിട്ട് നമുക്ക് അത് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്കൊക്കെ റീഇൻഫോഴ്സ്മെന്റ് കിട്ടുന്നുണ്ടാവാം, ഫീഡ്ബാക്കും കിട്ടുന്നുണ്ടാവും. അതിൽ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ഉണ്ടാവാം, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ഉണ്ടാകാം. അതുപോലെ തന്നെ പോസിറ്റീവ് ഫീഡ്ബാക്കും നെഗറ്റീവ് ഫീഡ്ബാക്കും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ടാവാം. എന്ത് കിട്ടുകയാണെങ്കിലും അതിന് പോസിറ്റീവായി എടുക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പോസിറ്റീവായ കാര്യം. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, താങ്ക് യു. കാരണം തരോ, കഴിഞ്ഞ ക്ലാസ്സിൽ ഇതേപോലെ ഞാൻ കുറെ കഴിഞ്ഞ് കേൾക്കുന്നുണ്ടോ വെച്ചപ്പോ ആരും മിണ്ടുന്നില്ല. പിന്നെ വാട്സപ്പ് എടുത്ത് നോക്കുമ്പോൾ ഞങ്ങളൊക്കെ എപ്പോഴോ പോകുന്നത് ധാരണ. അപ്പൊ അത്തരത്തിലുള്ള സംഭവമൊക്കെ ഉണ്ടാവുകൊണ്ടാണ് കേട്ടോ. നെക്സ്റ്റ്, ജീൻ പിയാഷെ. ഇതിന്റെ സ്പെല്ലിംഗ് നോക്കട്ടോ, പിയാജറ്റ് എന്നൊക്കെയുള്ള ഒരു സ്പെല്ലിംഗ് ആണ് ഉണ്ടാവുക. ജീൻ പിയാഷെ തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ്. മാനസികമായിട്ടുള്ള ഒരു എന്താ പറയാ ഡെവലപ്മെന്റ് അതെങ്ങനെ സാധ്യമാകും എന്നുള്ളത് ജീൻ പിയാഷെ പറയാണ്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അറൈസസ് ആസ് എ റിസൾട്ട് ഓഫ് ദ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ദ ഇൻഡിവിജ്വൽ ആൻഡ് ദ വേൾഡ്. ഒരു വ്യക്തി ഈ ലോകവുമായി, സൊസൈറ്റിയുമായി ഇന്ററാക്ട് ചെയ്യുമ്പോഴാണ് അവന്റെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഉണ്ടാവുക എന്നാണ് ജീൻ പിയാഷെന്റെ ഒരു കണ്ടെത്തല് അല്ലെങ്കിൽ ഒരു അഭിപ്രായം. അതുപോലെ തന്നെ പീപ്പിൾ ഹാവ് എ കോഗ്നിറ്റീവ് സ്ട്രക്ചർ കോൾഡ് സ്കീമാറ്റ. സ്കീമാറ്റ അല്ലെങ്കിൽ സ്കീമാസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ മൈൻഡില് ഒരു കോഗ്നിറ്റീവ് സ്ട്രക്ചർ ഉണ്ട്, അതിനെ സ്കീമ എന്ന് വിളിക്കും. ഫോർ പ്രോസസിങ് ഇൻഫർമേഷൻ. എന്ത് അറിവ് കിട്ടിയാലും അതിനെ പ്രോസസ് ചെയ്യാനും അതിനെങ്ങനെ വിശകലനം ചെയ്യാനൊക്കെ മൈൻഡിലുള്ള നമ്മുടെ ഒരു സ്ട്രക്ചറാണ്, മെന്റൽ സ്ട്രക്ചറാണ് അല്ലെങ്കിൽ കോഗ്നിറ്റീവ് സ്ട്രക്ചറാണ് സ്കീമ എന്ന് പറയുന്നത്. സ്കീമ എന്നുള്ളത് ചുരുക്കി പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുക. ഓക്കെ, ദിസ് ഇസ് ക്വാളിറ്റേറ്റീവ് ഡിഫറൻസസ് അറ്റ് ഡിഫറെന്റ് സ്റ്റേജസ്. ഇതിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന ഡിഫറൻസുകൾ ഓരോരോ സ്റ്റേജിൽ മാറിക്കൊടുക്കും. ഇപ്പൊ ചൈൽഡിലും അഡൾട്ടിലും അഡോളസെൻസിലും അല്ലെങ്കിൽ അഡൾട്ട്ഹുഡിലും ഓൾഡ് ഏജിലും ഒക്കെ ഉള്ള ആ ഒരു സ്കീമയിലും ഒക്കെ ഉള്ള ഡിഫറൻസസ് ഉണ്ടാകും എന്ന് മനസ്സിലാക്കാം. അപ്പോ ജീൻ പിയാഷെന്റെ അഭിപ്രായത്തിൽ ടു നോ ആൻ ഒബ്ജക്ട് വൺ മസ്റ്റ് ആക്ട് അപ്പോൺ ഇറ്റ് എയ്തർ ഫിസിക്കലി ഓർ മെന്റലി. ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു കാര്യത്തെ നമുക്ക് അറിയണമെങ്കിൽ വൺ മസ്റ്റ് ആക്ട് അപ്പോൺ
upon it. അതിന്മേൽ നമ്മൾ എന്തെങ്കിലും പ്രവർത്തിക്കണം എന്നാണ്. either physically or mentally. മാനസികമായോ ശാരീരികമായോ ആ ഒരു വസ്തുവുമായി നമ്മൾ ഇടപഴകണം, അല്ലെങ്കിൽ നമ്മൾ അതിനെ കുറിച്ച് മനസ്സിലാക്കണം, അല്ലെങ്കിൽ നമ്മൾ അതിൽ ഇൻവോൾവ് ആകുമ്പോഴാണ് അതിനെ കുറിച്ച് നമുക്ക് അറിയുക എന്നുള്ളതാണ് ഈ ഒരു എന്തിന് പിയാഷെന്റെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിനെ കുറിച്ചിട്ട് പറയണത്. അപ്പൊ നമ്മളൊരു കാര്യത്തെ കുറിച്ച് പുറമേ ഇങ്ങനെ നോക്കി നിന്നിട്ട് കാര്യമില്ല, അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, എൻഗേജ്ഡ് ആവണം, അതിന് നമ്മൾ ഇൻവോൾവ്ഡ് ആവണം. എങ്കിൽ മാത്രമാണ് നമുക്ക് അതിനെ കുറിച്ചുള്ള ഒരു നോളജ് കിട്ടുക എന്നാണ് ജീൻ പിയാഷെന്റെ തിയറിന്റെ ഒരു ബേസ്. ഇനി സ്കീമിനെ കുറിച്ചാണ്. സ്കീമാസ് എന്നൊക്കെ ഉള്ളത് അതിന്റെ ഒരു പ്ലൂറൽ ഫോം ആണ്. സ്കീമാറ്റ എന്ന് പറയുന്നതൊക്കെ അതിന്റെ പ്ലൂറൽ ഫോം ആണ് ആക്ച്വലി. സോ സ്കീമിനെ കുറിച്ചൊരു 3-4 പോയിന്റ് പറയുന്നുണ്ട്. സ്ട്രക്ചർ, ഇറ്റ് ഈസ് ദ സ്ട്രക്ചേർഡ് ഫ്രെയിംവർക്ക് ഓർ ഓർഗനൈസേഷണൽ സിസ്റ്റം യൂസ്ഡ് ടു റെപ്രസെന്റ് നോളജ്. നമ്മുടെ തലയിലുള്ള ഒരു ഓർഗനൈസേഷണൽ സിസ്റ്റം ആണ്, അല്ലെങ്കിൽ സ്ട്രക്ചേർഡ് ഫ്രെയിംവർക്ക് ആണ് സ്കീമ എന്ന് പറയുന്നത്. സോ അതെന്ത് ചെയ്യണം, റെപ്രസെന്റ് നോളജ്, ഇൻഫർമേഷൻ ആൻഡ് കോൺസെപ്റ്റ്. നമുക്ക് ഓരോ കോൺസെപ്റ്റുകൾ മനസ്സിലാവണമെങ്കിൽ, ഓരോ ഇൻഫർമേഷൻസ് നമ്മുടെ മൈൻഡിൽ സ്റ്റോർ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നോളജ് അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെങ്കിൽ വി നീഡ് സ്കീമ. സോ ദാറ്റ് പ്രോസസിംഗ് ഈസ് കോൾഡ് സ്കീമ. ഓക്കെ, then the schemas are mostly physical action in the early developmental stage. അപ്പോൾ സ്കീമ എന്ന് പറഞ്ഞാൽ ഏർലി ഡെവലപ്മെന്റ് സ്റ്റേജ്, ചെറിയ കുട്ടികളാകുമ്പോൾ അത് ഫുള്ള് പ്രവർത്തനങ്ങളായിരിക്കും, ആക്ഷൻസ് ആയിരിക്കും സ്കീമ എന്ന് പറഞ്ഞാൽ. ഇത് ബിക്കംസ് മെന്റൽ ഓപ്പറേഷൻ ആസ് എ ചൈൽഡ് ഗ്രോസ് ഇൻ ടു അഡോളസെൻസ്. പിന്നീട് ആ കുട്ടിയെ വലുതായി ഒരു അഡോളസെന്റ് പീരീഡ് അതിന്റെ മേലേക്ക് എത്തുമ്പോൾ അത് മെന്റൽ പ്രോസസ്സായി മാറും. ഓക്കെ, അപ്പൊ ചെറിയ കുട്ടികളാകുമ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് നമ്മൾ കാര്യങ്ങളെല്ലാം പഠിക്കുന്നത്. സോ അത് ഫിസിക്കലി സ്കീമയായിട്ട് മാറും. ദെൻ ഇറ്റ് വിൽ ബിക്കം മെന്റൽ സ്കീമ വെൻ ദ ചൈൽഡ് ഗ്രോസ്. Then each development stage has its particular schemas. ഓരോരോ ഡെവലപ്മെന്റ് സ്റ്റേജിലും അവരുടേതായ സ്കീമുകൾ ഉണ്ട്, അഥവാ അവരുടേതായ ചില നോളജ് ഉണ്ട്, അവരുടേതായ ആക്ഷൻസ് ഉണ്ട്, അവരുടേതായ ഇൻഫർമേഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. സോ അദ്ദേഹത്തിന്റെ ഈ സ്കീമുകളെ ബേസ് ചെയ്തിട്ട് ജീൻ പിയാഷെ 4 സ്റ്റേജസ് ആയിട്ട് നമ്മുടെ ലൈഫിനെ തന്നെ മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ജീൻ പിയാഷെ സ്പീക്സ് ഓഫ് 4 ഇമ്പോർട്ടന്റ് സ്റ്റേജസ് ഓഫ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ്. ഇപ്പൊ ഒരാളുടെ വികസനം എന്ന് പറഞ്ഞാൽ 4 ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോവുക. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, റൈറ്റ്? ഇത് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള നമ്മൾ പാവ്ലോവിന്റെ തിയറിനെ പോലെ, സ്കിന്നറുടെ തിയറിയെ പോലെ, അബ്രഹാം മാസ്ലോയുടെ തിയറിയെ പോലെ ജീൻ പിയാഷെന്റെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റും വെരി ഇമ്പോർട്ടന്റ് ആണ്. 4 സ്റ്റേജുകളാണ് കടന്നു പോവുക. സെൻസറി മോട്ടോർ സ്റ്റേജ്, ജനിച്ച മുതൽ 2 വയസ്സ് വരെ. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് 2 to 7, പ്രീ ഓപ്പറേഷണൽ എന്നുള്ളതാണ് കേട്ടോ. Then concrete operational stage 7 to 11 and formal operational stage 11 and above. Sensory motor, pre-operational, concrete operational and formal operational stage. ഇനി ഓരോ സ്റ്റേജിലും എന്താണ് സംഭവിക്കുന്നത് എന്ന് കൂടി നമുക്ക് ഇതിൽ പഠിക്കാനുണ്ട്. സെൻസറി മോട്ടോർ സ്റ്റേജ് 0 to 2. അപ്പൊ എല്ലാവരും ഒരു 2 വയസ്സ് വരെയുള്ള, 1 വയസ്സ്, 1.5 വയസ്സ്, 2 വയസ്സൊക്കെ പ്രായമുള്ള കുട്ടികളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണ് ഇനിയുള്ള വോയിസുകൾ കേൾക്കേണ്ടത്. റെഡി അല്ലേ? ചെറിയ മക്കൾ എങ്ങനെയാണ് നോളജ് ഉണ്ടാക്കുക, അവരുടെ സ്കീമിനെ എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കുക, അതൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിലിങ്ങനെ 1 to 10 നമ്പർ കൊടുത്തിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ ഒന്നല്ല ടെക്സ്റ്റ് ബുക്കിലുള്ളത്, ചെറിയ മാറ്റങ്ങളുണ്ട്. ഞാൻ ഫസ്റ്റ് മുതൽ തന്നെ ഓരോ പോയിന്റ് നമ്പർ ഇട്ട് പോകുന്നതാണ്. ഒന്ന്, എക്സ്പീരിയൻസ് ത്രൂ ദ സെൻസസ്. ഈ കുട്ടികൾ എല്ലാവരും അങ്ങനെ തന്നെയാണ്, 5 സെൻസിലൂടെയാണ് എക്സ്പീരിയൻസസ് നേടുക. മേജർ ഇന്റലക്ച്വൽ ആക്ടിവിറ്റി ഈസ് എ സെൻസറി ഇന്ററാക്ഷൻ ഓഫ് ദ എൻവയോൺമെന്റ്. പരിസ്ഥിതിയുമായി ഇന്ററാക്ട് ചെയ്യാം, കൂടെയുള്ള ആളുകളുമായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് സെൻസ് ചെയ്യുമ്പോഴാണ് നോളജ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഇന്റലക്ച്വൽ എബിലിറ്റി ഉണ്ടാകുന്നത്. ദെൻ ഫിസിക്കൽ ആക്ടിവിറ്റീസ് വിത്തൗട്ട് ലാംഗ്വേജ്. ഇവിടെ മുതലാണ് ശരിക്കും അവരുടെ ഫീച്ചേഴ്സ് തുടങ്ങുന്നത്. 2 വയസ്സ് വരെയുള്ള കുട്ടികൾ മുഴുവൻ അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റിയിലൂടെയാണ് അവര് നോളജ് ഗെയിൻ ചെയ്യുന്നത്, അവരുടെ ഇന്റലിജൻസ് വർദ്ധിപ്പിക്കുന്നത്. റൈറ്റ്. ദ ഡെവലപ്മെന്റ് ഓഫ് സെൻസറി മോട്ടോർ ആൻഡ് പെർസെപ്ഷൻ സ്കിൽസ്. അവരുടെ സെൻസറി പെർസെപ്ഷൻ നോളജ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ്, മോട്ടോർ എബിലിറ്റീസ് ആൻഡ് പെർസെപ്ച്വൽ സ്കിൽസ് എല്ലാം എന്ത് ചെയ്യാണ് നേടിയെടുക്കുന്നത് 0 to 2 ഏജിന്റെ സമയത്ത് അത് നടക്കുന്നുണ്ട്. ഇപ്പൊ സെൻസറി മോട്ടോർ എന്നൊക്കെ പറഞ്ഞാല് അവർക്ക് കാണാനും കേൾക്കാനും അറിയാനൊക്കെ ഉള്ള ആ ഒരു സ്കില്ല്, ആ ഒരു സ്കീം അങ്ങനെ ഡെവലപ്പ് ചെയ്യും. ദെൻ മോട്ടോർ എബിലിറ്റീസ് ഡെവലപ്പ് ചെയ്യും. ആൻഡ് പെർസെപ്ഷൻ, പെർസീവ്, അതുപോലെ തന്നെ കാര്യങ്ങൾ കേട്ട് കണ്ട് മനസ്സിലാക്കുന്ന അവർ ഇന്റേണൽ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുന്ന പ്രോസസ് ഒക്കെ നടന്നു കൊടുക്കും. ദെൻ കോർഡിനേഷൻ ഓഫ് മോട്ടോർ ആക്ടിവിറ്റീസ്. ഈ സമയത്താണ് അവർ നടക്കാനും കൈകാലുകൾ പ്രവർത്തിപ്പിക്കാനും അതുപോലെ തന്നെ കൈകൾ കൃത്യമായി വായിലേക്കും
ഒബ്ജക്റ്റിലേക്കും അല്ലെങ്കിൽ പർട്ടിക്കുലർ സ്പോട്ടിലേക്കൊക്കെ കൊണ്ടെത്തിക്കാനുള്ള പ്രാക്ടീസസ് ഒക്കെ അവർ നേടുന്നത് 0 to 2 സമയത്താണ്. ദെൻ ഫസ്റ്റ് സമയത്തൊക്കെ ഫോർ എ ചൈൽഡ് ആൻഡ് ഒബ്ജക്ട് ഔട്ട് ഓഫ് സൈറ്റ് ഈസ് ഔട്ട് ഓഫ് മൈൻഡ്. ആദ്യത്തെ സമയങ്ങളൊക്കെ കുട്ടി മുന്നിൽ കാണുന്നതിന് മാത്രമേ കുട്ടി വിശ്വസിക്കുള്ളൂ മീൻസ് അത് മാത്രമേ കുട്ടിന്റെ മൈൻഡിൽ ഉണ്ടാവുള്ളൂ. കൺമുന്നിൽ നിന്ന് മാറ്റിയാൽ പിന്നെ കുട്ടിയും അത് മറന്നു. ഓക്കെ, ചെറിയ മക്കളാവുമ്പോൾ കാണുമ്പോൾ അതിനിങ്ങനെ വാശി പിടിക്കും, അല്ലെങ്കിൽ അത് കിട്ടണം എന്നൊക്കെ പറയാം. അത് അവിടെ മാറ്റി വെച്ചാൽ കുട്ടി അനുഭവിച്ചു പിന്നെ ഒന്നും ചോദിക്കൂല, കാരണം കുട്ടി അത് മറന്നു കഴിഞ്ഞു. റൈറ്റ്. ബട്ട് ടുവേർഡ്സ് ദ ക്ലോസ് ഓഫ് ദ സെക്കൻഡ് ഇയർ, 2 വയസ്സ് ഇങ്ങനെ അവസാനിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റേജിന്റെ ഒക്കെ ആ ഒരു സമയത്ത് എത്തുമ്പോൾ ഒബ്ജക്റ്റ് പെർമനൻസ് എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് അവർ വരും. ദാറ്റ് മീൻസ് അപ്പോ ഒരു കുട്ടി ഒരു ഒബ്ജക്റ്റ് വേണമെന്ന് പറഞ്ഞ് അത് മാറ്റിയാലും ആ കുട്ടിക്ക് ഓർമ്മയുണ്ടാവാം. ഫസ്റ്റ് സ്റ്റേജിൽ ഔട്ട് ഓഫ് സൈറ്റ് ഈസ് ഔട്ട് ഓഫ് മൈൻഡ് ആണ്. കണ്ണിന് മുന്നിൽ ഇല്ലാത്ത ഒന്നും കുട്ടിക്ക് അറിയില്ല എന്നുള്ളിടത്താണ് ഉണ്ടാവുക. പിന്നീട് ഒബ്ജക്റ്റ് പെർമനൻസ്, കണ്ണിന് മുന്നിൽ ഇല്ലെങ്കിലും കുട്ടിക്ക് അത് വേണം എന്ന് കുട്ടി അല്ലെങ്കിൽ അത് മിസ്സായി കഴിഞ്ഞാൽ അതിന് വേണ്ടി കരയാനൊക്കെ തുടങ്ങുന്ന ഒരു സമയമായിരിക്കും 2 വയസ്സൊക്കെ എത്തുന്ന സമയം എന്ന് പറയുന്നത്. ദെൻ ഡെവലപ്മെന്റ് ഓഫ് റുഡിമെന്ററി മെമ്മറി, ദാറ്റ് ഈസ് ബേസിക് മെമ്മറിയാണ്. അവന്റെ മൈൻഡിലുള്ള ഒരു ചെറിയ മെമ്മറി, ജസ്റ്റ് താൽക്കാലികമായുള്ള ആ ഒരു മെമ്മറിയാണ് റൂഡിമെന്ററി മെമ്മറി എന്ന് പറയുന്നത്. അത് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സമയമാണ്. ഗ്രാജുവൽ പ്രോഗ്രഷൻ ഫ്രം റിഫ്ലക്സ് ബിഹേവിയർ ടു ഇന്റൻഷണൽ ബിഹേവിയർ. നമുക്ക് എന്താണോ കുട്ടിയിൽ നിന്ന് ഇന്റന്റ് ചെയ്യുന്ന, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ബിഹേവിയർ, അതിലേക്ക് കുട്ടി വരുന്ന ഒരു സമയമാണ് ഈ ഒരു 2 ഏജ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമ്മൾ എന്താണ് കുട്ടിയിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു കുട്ടി എന്താണ് ശരിക്കും ചെയ്യേണ്ടത്, അതിലേക്ക് ഇങ്ങനെ എത്തി വരുന്ന ഒരു ബിഹേവിയർ ആണ് 2 വയസ്സ്. ഇപ്പൊ മൂത്രയിക്കണാവാം, അല്ലെങ്കിൽ എന്തിനെടുത്ത് കഴിക്കണതാവാം. ഇപ്പൊ 2 വയസ്സിന്റെ സമയത്തൊക്കെ അറിയാം, കുട്ടികൾ കണ്ടതൊക്കെ എടുത്ത് കഴിക്കും. എന്ത് കണ്ടാലും ഇപ്പൊ അവരുടെ മോഷൻസ് എല്ലാം എടുത്ത് കഴിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക. പിന്നീട് പതുക്കെ ഇന്റൻഷണൽ ബിഹേവിയറിലേക്ക് കുട്ടി കടന്നു വരും. Then development of curiosity, trial and error, exploration of immediate surroundings. ക്യൂരിയോസിറ്റി ഡെവലപ്പ് ചെയ്യുന്നതാണ്. എന്താണ് അവിടെ നിന്ന് കാണാനുള്ള, എന്ത് കണ്ടാലോ ഒന്ന് തൊട്ട് നോക്കാനും പിടിച്ചു നോക്കാനൊക്കെ ഉള്ള ഒരു ടെൻഡൻസി കുട്ടികളിൽ ഉണ്ടാവും. ദെൻ ട്രയൽ ആൻഡ് എറർ തിയറി ഉണ്ട്. ട്രയൽ ആൻഡ് എറർ എക്സ്പ്ലോറേഷൻ. കുട്ടി നടക്കാൻ ശ്രമിക്കും, വീഴും, വീണ്ടും നടക്കാൻ ശ്രമിക്കും, വീഴും. അങ്ങനെ കുട്ടി എന്തിനും ശ്രമിച്ചു കൊടുക്കും, ട്രയൽ ചെയ്ത് കൊടുക്കും, പക്ഷെ തെറ്റിപ്പോകും, അല്ലെങ്കിൽ ഫെയിൽഡ് ആവും. വീണ്ടും കുട്ടി ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു 0 to 2 സെൻസറി മോട്ടോർ സ്റ്റേജിൽ സംഭവിക്കുക. സോ സെൻസറി എക്സ്പീരിയൻസും മോട്ടോർ സ്കില്ലുകളും ഡെവലപ്പ് ചെയ്യുന്ന പ്രായം എന്നാണ് ഇതിനെ പറയുന്നത്. Then the children will be able to differentiate itself from object, and this is the basis of self concept. കുട്ടിക്ക് സെൽഫ് കോൺസെപ്റ്റ് ആണ്. ഞാൻ എന്ത്, എന്റെ കളിപ്പാട്ടം എന്ത്, അല്ലെങ്കിൽ എന്റെ ഫാദർ അല്ലെങ്കിൽ എന്റെ മദർ എന്നൊക്കെയുള്ള എന്റേത് എന്താണ് എന്ന് കൃത്യമായി ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു സമയമാണ് ഈ ഒരു 0 to 2. ദാറ്റ് മീൻസ് ആ സമയത്താണ് ഈ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാന്നാണ്, ആ ഒരു സ്കീമ പ്രവർത്തിക്കുക എന്നാണ് പറയുന്നത്. ഇപ്പൊ 2 വയസ്സ് കാണുന്ന സമയത്ത് കുട്ടിയുടെ കളിപ്പാട്ടങ്ങള്, കുട്ടിയുടെ പാരന്റ്സ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുട്ടി ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങും എന്നുള്ളതാണ് ചുറ്റി പറഞ്ഞാൽ. സെക്കൻഡ് വൺ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. ഓക്കെ, 2 to 7 ആണ്. 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെ. അപ്പൊ ഒരു 2ാം ക്ലാസ് വരെ ഓക്കെ നടക്കാൻ തുടങ്ങി, ഒരു 2ാം ക്ലാസ് ഒക്കെ വരെയൊക്കെ ഉള്ള സമയം എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ 2-3 ടേംസ് ഉണ്ട്. ഒന്ന് ഈഗോ സെൻട്രിസം എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ കുട്ടിയില് ഈഗോ അവന്റെ ഉള്ളിലേക്ക് വരികയാണ്. തിങ്ക് ഓഫ് ഓൺലി വൺ സെൽഫ് വിത്തൗട്ട് റിഗാർഡ് ഫോർ ദ ഫീലിംഗ്സ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളതല്ല, ഇന്റെ കാര്യം നടക്കണം. ഈ സമയത്താണ് കുട്ടികൾ റോഡിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും ടോയ്സ് കണ്ടാല് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് അവിടെ കരഞ്ഞ് സീനാക്കി പിന്നെ പ്രശ്നമാക്കി ഒക്കെ ഉള്ള സമയമാണ് ഈ ഒരു സമയം. അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടാ ആർക്കെങ്കിലും? ഈ ക്ലാസ്സിലുള്ള ആർക്കെങ്കിലും ഉണ്ടാ? ഓക്കെ, നമ്മൾ ഈ കുട്ടികളെ നമ്മളെ സൊസൈറ്റിയിൽ പോയാൽ എപ്പോഴും കാണുന്ന ഒരു സംഭവമാണ്. കുട്ടികൾ ഇങ്ങനെ വാശി പിടിക്കുന്നതും അവർ ചിന്തിക്കുന്നത് മാത്രമാണ് ശരിയെന്ന് ചിന്തിക്കുന്ന ഒരു സമയം. അപ്പൊ ഈ ഒരു സ്റ്റേജിന്റെ പ്രത്യേകത പഠിച്ച പാരന്റ്സ് എന്ത് മനസ്സിലാക്കും? അത് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിൽ കുട്ടികൾ എന്ത് ചെയ്യും, ഒരു ഈഗോ സെൻട്രിസം കാണിക്കും എന്നുള്ളൊരു സംഭവം ഐഡന്റിഫൈ ചെയ്യും. എന്നാലോ ഈ തിയറി ഒന്നും പഠിക്കാതെ എഡ്യൂക്കേറ്റഡ് അല്ലാത്ത പാരന്റ്സ് എന്താ അങ്ങനെ ഈ അതിന് മാത്രം വാർത്തകളോ, ഞാൻ പറഞ്ഞത് കേട്ടാ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായി പണിഷ്മെന്റിന് വിധേയമാക്കപ്പെടാം കുട്ടികൾ. അല്ലെങ്കിൽ അവരുടെ എല്ലാ ആഗ്രഹങ്ങളും ഇങ്ങനെ അൺകണ്ടീഷണൽ ആയിട്ട് ഇങ്ങനെ സാധിച്ചു കൊടുക്കാനുള്ള സാധ്യത ഉണ്ട്. രണ്ടും തെറ്റാണ്. 2 ആനിമൽസ് ആണ്. ദാറ്റ് മീൻസ് ട്രീറ്റിംഗ് ഇനാനിമേറ്റ് ഒബ്ജക്ട് ആസ് ലിവിങ് വൺ. നമുക്കറിയാം ചെറിയ പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് പിന്നെ അവരുടെ കളിപ്പാട്ടങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇതിനെ കൊടുത്തു ഫീഡിങ് ദെയർ ഡോൾസ്, അവർക്ക് പാൽ കൊടുക്കുന്നു, അവർക്ക് ഫുഡ് കൊടുക്കുന്നു, കുളിപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ അവന്റെ വസ്തുക്കളൊക്കെ ഒരു മനുഷ്യനെ പോലെ പരിഗണിക്കും. റൈറ്റ്, അങ്ങനെ ഒരു സ്റ്റേജ് ആണ്
Then centering എന്നുള്ളതാണ് തേർഡ്. A child can concentrate only one aspect of a thing at a time. ഒരു വസ്തുവിന്റെ ഒരു ആസ്പെക്ട്, ഒരു വശം മാത്രം കാണുക. രണ്ടാമത്തെ വശവും അല്ലെങ്കിൽ അതിന് അപ്പുറത്ത് വേറെ ഡേഞ്ചർ ഉണ്ടെന്നോ ഒന്നും കുട്ടി കാണില്ല. ജസ്റ്റ് ഒരു വശം മാത്രം, ഒരു സൈഡ് മാത്രം കണ്ടുപോകുന്നതാണ് സെന്ററിങ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then ഇങ്ങനെ സെന്ററിങ് സംഭവിക്കുന്നുണ്ട്. They cannot understand the objects are conserved even if they change their position or shape or altered. അപ്പൊ ഒരു വസ്തുവിന്റെ ഒരു രൂപം ഒരേപോലെ അങ്ങനെ തന്നെ കാണുള്ളൂ. ഇത് പിന്നെ മാറിയാല് ചിലപ്പോ നമ്മള് പിന്നെ ഒരു കുട്ടിന്റെ ഒരു ഇതെടുത്തു, ഒരു ആപ്പിൾ എന്തെടുത്തു, അത് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് രണ്ടെണ്ണമായി കൊടുത്താൽ അവരെ കുട്ടിയെ പറ്റില്ല. എനിക്ക് ഫുൾ ആപ്പിൾ തന്നെ വേണോ അല്ലെങ്കിൽ അങ്ങനെ തന്നെ വേണം, വേറെ ഒരു രൂപത്തിലും ആ കുട്ടിക്ക് പറ്റില്ല. ഇത് കട്ട് ചെയ്തിട്ട് അതന്നെ ഫുള്ള് കൊടുത്തിട്ടുണ്ടാവും, പക്ഷെ പറ്റൂല. സോ അങ്ങനെയൊക്കെ വാശി പിടിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. സോ അതുപോലെ തന്നെ കുട്ടിക്ക് റിവേഴ്സിബിലിറ്റി അണ്ടർസ്റ്റാൻഡിങ് കഴിയില്ല എന്നാണ്. ഇപ്പോ ടെക്സ്റ്റുവൽ എക്സാമ്പിൾ എങ്ങനെയാണ്, നിന്റെ ബാക്കിൽ എന്താ വെച്ചാല് ബാക്കിൽ ഒരു ഡോഗ് ഉണ്ട് സങ്കല്പിക്കുക. ഓക്കെ, എന്റെ ബാക്കിൽ ഡോഗാണ്. അപ്പൊ ഡോഗിന്റെ ഫ്രണ്ടിൽ എന്താ എന്ന് ചോദിക്കുകയാണെങ്കിൽ കുട്ടിക്ക് മനസ്സിലാവില്ല എന്ന് പറയണേ. അങ്ങനെ അങ്ങോട്ട് എന്താ മനസ്സിലാവും, ഇങ്ങോട്ട് മനസ്സിലാവില്ല. അപ്പൊ നമുക്കൊക്കെ ഇപ്പൊ എന്റെ ബാക്കിൽ ഡോഗ് ആണെങ്കിൽ ഡോഗിന് മുന്നിൽ ഞാനാണ്, അങ്ങനെ നമുക്ക് മനസ്സിലാവും. പക്ഷെ കുട്ടികളെ ആ റിവേഴ്സിബിലിറ്റി മനസ്സിലാക്കാൻ പറ്റൂല എന്നൊക്കെയാണ് പറയുന്നത്. Then consider their parents omnipresent and omnipotent. ഇവര് പാരന്റ്സ് ആണ് എല്ലാം. പാരന്റ്സ് ഓംനി പ്രസന്റ് ആണ്, അഥവാ എവിടെ നോക്കിയാലും അവരുടെ പാരന്റ്സ് ഉണ്ടാവണം അല്ലെങ്കിൽ ഉണ്ട് എന്നുള്ളൊരു തോന്നല്. ആൻഡ് ഓംനി പൊട്ടന്റ് ആണ്, എല്ലാത്തിനും പാരന്റ്സിനൊന്ന് പറയും. എന്ത് പറഞ്ഞാലും പാരന്റ്സിന് പറഞ്ഞാല് അതിനൊരു ആൻസർ ഉണ്ട്. എന്തിനു പാരന്റ്സ് എന്നുള്ളവർക്കായിരിക്കും ഇവരുണ്ടാവുക. ദെൻ ഇനബിലിറ്റി ടു പ്ലേ എനി ഗെയിം ഫോളോയിങ് ദ റൂൾസ്. ഇനബിലിറ്റി ടു പ്ലേ എനി ഗെയിം, ഒരു ഗെയിമിന്റെ കൃത്യമായ റൂൾസ് ഫോളോ ചെയ്ത് ആ ഗെയിം കളിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഗെയിമൊക്കെ കളിക്കും, പക്ഷെ കൃത്യമായി അതിന്റെ ഒരു റൂൾസ് ഫോളോ ചെയ്തൊന്നും അവര് പോകാൻ സാധ്യതയില്ല. പ്രീ ഓപ്പറേഷൻ സ്റ്റേജിന്റെ പ്രത്യേകതകൾ ഇതാണ്. 2 to 7 years ആണ് ഇതിന്റെ ഒരു റേഞ്ച്. ഈ അടുത്തതാണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. 7 to 11, 7 മുതൽ 11 വയസ്സ് വരെയുള്ള ഒരു സമയമാണ്. സോ ദ ചൈൽഡ് മാസ്റ്റേഴ്സ് വേരിയസ് കൺസർവേഷൻ കോൺസെപ്റ്റ്. കുറെ കോൺസെപ്റ്റുകൾ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. അത് 2ാം ക്ലാസ് മുതൽ ഒരു 6ാം ക്ലാസ് വരെയൊക്കെ, LP സ്കൂൾ UP സ്കൂളിന്റെ ഒരു പകുതി വരെയൊക്കെ ഉള്ളൊരു സമയമാണ്. ബിഗിൻസ് ടു പെർഫോം ലോജിക്കൽ മാനിപ്പുലേഷൻസ്. നമുക്ക് ലോജിക്സ് കണ്ടെത്താനും അതിന് ഇന്റർപ്രറ്റ് ചെയ്യാനൊക്കെ കുട്ടികൾ തുടങ്ങുന്ന സമയമാണ്. ക്ലാസിഫിക്കേഷനും സീരിയേഷൻ അഥവാ സീരിയൽ ആക്കുക, ഓർഡർ ആക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ അവർ ഏബിൾ ആകുന്ന സമയമാണ്. ദ ക്യാൻ ഫോം മെന്റൽ റെപ്രസെന്റേഷൻ. എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഒരു മെന്റൽ ഇമേജ്, മെന്റൽ റെപ്രസെന്റേഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ഈ ട്രാൻസ്വേഴ്സിബിലിറ്റി, ഇത്തരത്തിലുള്ള ഇതിനൊരു എക്സാമ്പിൾ കൊടുത്തു, A=2B, A=2C, then they can understand BC. മാത്തമാറ്റിക്സിൽ ഇങ്ങനെ ലോജിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവർക്ക് ഈസിലി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. ദെൻ അണ്ടർസ്റ്റാൻഡിങ് ഡീസെന്ററിങ്. തിങ്ക് ഓഫ് മോർ ദാൻ വൺ ക്വാളിറ്റി അറ്റ് എ ടൈം. നേരത്തെ പറഞ്ഞു സെന്ററിങ് എന്ന് പറഞ്ഞു, ഒന്നിന്റെ ഒരു ആസ്പെക്ട് മാത്രം കാണാൻ കഴിയുക. ഇവിടെ ഒരു വസ്തുതന്റെ വ്യത്യസ്തമായ ആംഗിളിൽ വ്യത്യസ്തമായ ആസ്പെക്ടുകളെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് 7 to 11 കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. ആൻഡ് ദേ ക്യാൻ പ്ലേ എനി ഗെയിം അക്കോർഡിംഗ് ടു ദ റൂൾ. നിയമം അനുസരിച്ച് കളിക്കാൻ പറ്റുന്ന സമയമാണ്. ദെൻ ഇവാലുവേറ്റ് ക്രൈം ഇൻ ടേംസ് ഓഫ് മാഗ്നിറ്റ്യൂഡ്. ഓരോ പ്രവർത്തനം, ഓരോ തെറ്റ്, അതിന്റെ ആഴം എന്ത്, എത്രത്തോളം തെറ്റാണ് അല്ല എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രായമാണ്. തിങ്ക് ദാറ്റ് their point of view alone is possible and real. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാല് അവർ ചിന്തിക്കുന്നത് തന്നെയാണ് ശരി എന്ന് അവർക്കൊരു ചിന്ത ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അവരുടെ ചിന്ത ശരിയാണ് എന്നുള്ളൊരു ചിന്ത അവരിൽ ഉണ്ടാകും. തിങ്കിങ് ഈസ് വെരി റിജിഡ്, ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് റിലേറ്റിവിസ്റ്റിക് ഐഡിയാസ്. അഥവാ ഇതുമായി ബന്ധപ്പെട്ട മറ്റു ആശയങ്ങളിലേക്കൊന്നും അവർക്ക് പോകാൻ താല്പര്യമില്ല. അവര് ശരി തോന്നുന്നതൊക്കെ അവർക്ക് ശരിക്ക് തന്നെയാണ്. ടൂറ് പോകണ്ടെന്ന് പറഞ്ഞാല് എന്താ പോയാല് ഞാൻ പോണത് എന്താ കുഴപ്പം എന്നൊക്കെ അങ്ങോട്ട് മാറി മാറി ചിന്തിക്കുന്ന, അല്ലെങ്കിൽ അത് ശരിയാണല്ലോ, എന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നു എന്നൊക്കെ അവരവരുടെ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന സമയമൊക്കെയാണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. അതാണ് കോൺക്രീറ്റ് ഓപ്പറേഷൻ എന്നുള്ള ഒരു പേരിന് വരാനുള്ള ഒരു കാരണം. ആൻഡ് ലാസ്റ്റ് സ്റ്റേജ് ആണ് സ്റ്റേജ് ഓഫ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. 11 and above ആണ്. വോയിസ് ക്ലിയർ അല്ലേ? 2-3 കോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. അപ്പൊ അതൊക്കെ കട്ടായിക്കൊണ്ടിരിക്കുക. അപ്പൊ നെറ്റ് കട്ടാവുന്നുണ്ടോ നോക്കിയതാ. ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിലാണ് നമ്മളൊക്കെ ഉള്ളത്. എന്താ വെച്ചാല് തോട്ട് ബിക്കം ഇൻക്രീസിംഗ്ലി ഫ്ലെക്സിബിൾ ആൻഡ് അബ്സ്ട്രാക്ട്.
കൂടുതൽ ചിന്തിക്കാനും ഫ്ലെക്സിബിളായി ചിന്തിക്കാനും കുറച്ചധികം കാര്യങ്ങൾ മനസ്സിലാക്കാനും പറ്റും. They can carry out systematic experiments and keep records. ഒരു കാര്യം ഏൽപ്പിച്ചാൽ സിസ്റ്റമാറ്റിക് ആയി ചെയ്ത് അതിന്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞാലും അവരത് ചെയ്യും. റെക്കോർഡ്സ് വേണമെങ്കിൽ കീപ്പ് ചെയ്യും, കണക്കുകൾ സൂക്ഷിക്കും. and understand abstract ideas and principles. ഈ മതപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഫിസിക്കലി അവർ കാണില്ല, പക്ഷെ തത്വങ്ങൾ പറഞ്ഞു കൊടുത്താൽ പ്രിൻസിപ്പിൾസ്, ആശയങ്ങൾ, ഇതിനെ കുറിച്ചൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അറ്റംപ്റ്റ് ടു സോൾവ് ദ കെമിക്കൽ പ്രോബ്ലംസ്, നമ്മൾ കെമിക്കൽ റിയാക്ഷനെ കുറിച്ചും കെമിക്കൽ പ്രോബ്ലംസും മാത്തമാറ്റിക്കൽ കാര്യങ്ങളും ഫിസിക്സിൽ എക്സ്പെരിമെന്റ്സും എന്തും പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ഇവാലുവേറ്റിംഗ് ആക്ട്സ്, ഓരോരുത്തരുടെ പ്രവർത്തനങ്ങളൊക്കെ വിലയിരുത്തുന്ന സമയമാണ്. എല്ലാത്തിലും ശരിയും തെറ്റും കാണാൻ പറ്റുന്ന സമയമാണ്. അണ്ടർസ്റ്റാൻഡിങ് റൂൾസ് ഓഫ് എനി ഗെയിം, ഏത് ഗെയിമിന്റെ ഏത് റൂളും പഠിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. സ്റ്റാർട്ട് ബിലീവിംഗ് ദാറ്റ് ദർ കുഡ് ബി മെനി പോയിന്റ്സ് ഓഫ് വ്യൂ, വ്യത്യസ്ത തരം കുറെ വീക്ഷണങ്ങൾ ഉണ്ടാവാം. എനിക്കൊരു വീക്ഷണം ഉണ്ട്, എന്റെ പാരന്റ്സിന് വേറെ വീക്ഷണം ഉണ്ട്, അധ്യാപകർക്ക് വേറെ വീക്ഷണങ്ങളുണ്ട് എന്ന രൂപത്തിലൊക്കെ അവർക്ക് കാണാൻ കഴിയും. And understanding that nothing is absolute, everything is relative. അങ്ങനെ അബ്സല്യൂട്ട് ആയിട്ട് വിശ്വസിക്കേണ്ടതോ അല്ലെങ്കിൽ എല്ലാതും റിലേറ്റീവ് ആണ്, എല്ലാതും കണക്റ്റഡ് ആണ്, എല്ലാത്തിനും ഒരു സയന്റിഫിക് ബേസ് ഉണ്ടാകും, ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളൊക്കെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻ ആണ് പിന്നെ കൊടുത്തത്. ഏകദേശം ഒരു 8-9 എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻ ഇത് കൊടുത്തിട്ടുണ്ട്. അത് എല്ലാതും ഒറ്റ സ്ലൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് കുറച്ച് വായിക്കാൻ കുറച്ച് ഈസി ആവേണ്ടിട്ടാണ്. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ഒരു സ്ലൈഡിൽ തന്നെ എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻസ് ഒക്കെ വായിച്ചോട്ടെ എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനെ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ ബുദ്ധിമുട്ടുണ്ടാവാം, അത് കഴിഞ്ഞ് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഈസി ആയിരിക്കും. ഇതിൽ പറയണത് ഒന്ന്, അക്വിസിഷൻ ഓഫ് ന്യൂ സ്ട്രക്ചേഴ്സ് ഓഫ് മെന്റൽ ഓപ്പറേഷൻസ് ദാറ്റ് പെർമിറ്റ് ദ ചൈൽഡ് ടു അസിമുലേറ്റ് ന്യൂ എക്സ്പീരിയൻസ്. ഇവിടെ അക്വിസിഷൻ ഓഫ് ന്യൂ സ്ട്രക്ചേഴ്സ് ഓഫ് മെന്റൽ ഓപ്പറേഷൻ, നമ്മുടെ മൈൻഡിൽ വരുന്ന പുതിയ പുതിയ ചിന്തകള്, പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ദാറ്റ് പെർമിറ്റ് ദ ചൈൽഡ് ടു അസിമുലേറ്റ് ന്യൂ എക്സ്പീരിയൻസ്, അതൊക്കെ കുട്ടിക്ക് ഒരു പുതിയ അനുഭവം നേടാൻ, ആ പുതിയ അനുഭവം പഴയ അനുഭവമായി കണക്ട് ചെയ്ത് വെക്കാൻ അവരെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പൊ പുതിയ എന്ത് എക്സ്പെരിമെന്റ്, പുതിയ എന്ത് അറിവ് കിട്ടിയാലും അതൊക്കെ പഴയ അറിവുമായി കുട്ടി കണക്ട് ചെയ്തിട്ട് വെക്കും. 2, എംഫസിസ് ഓൺ ഡിസ്കവറി അപ്രോച്ച്. അപ്പൊ ഒന്നാമത്തത് പ്രകാരം കുട്ടിക്ക് എന്ത് കൊടുക്കണം, ഒരുപാട് എക്സ്പീരിയൻസസ് കൊടുക്കണം. ആ എക്സ്പീരിയൻസിന് കുട്ടി എന്ത് ചെയ്യും, ഒരുപാട് പഠിക്കും എന്നുള്ളതാണ് പറയുന്നത്. 2, എംഫസിസ് ഓൺ ഡിസ്കവറി അപ്രോച്ച് ഇൻ ലേണിംഗ്. ഡിസ്കവറി ലേണിംഗിനെ പ്രൊമോട്ട് ചെയ്യണം. കുട്ടി എന്ത് ചെയ്യട്ടെ, സ്വയം പോയി കണ്ടെത്തി പഠിക്കട്ടെ. 3, കരിക്കുലം ഷുഡ് പ്രൊവൈഡ് സ്പെസിഫിക് എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസസ്. കുട്ടികൾക്ക് ഒരുപാട് എക്സ്പീരിയൻസസ് കൊടുക്കണം. എക്സ്പീരിയൻസസ് ആണ് കുട്ടികൾ കൂടുതൽ പഠിക്കാൻ പോണത് എന്നുള്ളതാണ് പറയുന്നത്. 4, അറേഞ്ച് ക്ലാസ് റൂം ആക്ടിവിറ്റീസ് സോ ദാറ്റ് ദ അസിസ്റ്റ് ആൻഡ് എൻകറേജ് സെൽഫ് ലേണിംഗ്. കുട്ടികളെ സെൽഫ് ലേണിംഗിന് എൻകറേജ് ചെയ്യണം, അതിന് അസിസ്റ്റ് ചെയ്താൽ മതി. ടീച്ചർ മുഴുവൻ പഠിപ്പിച്ചു കൊടുക്കണ്ട, കുട്ടികൾ പഠിക്കട്ടെ, അതിനു വേണ്ടി നമുക്ക് അസിസ്റ്റൻസ് കൊടുക്കാം, ഗൈഡൻസ് കൊടുക്കാം, എൻകറേജ്മെന്റ് കൊടുക്കാം. 5, do not treat children as miniature adult. They think and learn differently from adult. ഒരിക്കലും ഒരു കുട്ടിയും ഒരു മുതിർന്നവരും ഒരുപോലെ ആവില്ല. ഓക്കെ, നമ്മളിപ്പോ ഈ 4 സ്റ്റേജസ് കാണാണ്. 4 സ്റ്റേജിൽ 4 രൂപത്തിലാണ് കുട്ടികൾ ചിന്തിക്കുന്നത്. സോ ആ ഒരു ഡിഫറൻസ് ഉണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു LP സ്കൂളത്തെ കുട്ടീനെ പോയിട്ട് ആ കുട്ടി ഒരു അഡൽട്ടിനെ പോലെ ചിന്തിക്കുമെന്ന് എക്സ്പെക്ട് ചെയ്യരുത് എന്നാണ് പറയുന്നത്. 6, കരിക്കുലർ ആക്ടിവിറ്റീസ് ഹാവ് ഈക്വൽ ഇമ്പോർട്ടൻസ് ആസ് ദാറ്റ് ഓഫ് കരിക്കുലർ എക്സ്പീരിയൻസസ് ഇൻ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ. കുട്ടികളുടെ മാനസിക വികാസം ഉറപ്പുവരുത്തുന്ന എക്സ്പെരിമെന്റുകള്, വർക്കുകള് കുട്ടികൾക്ക് കൊടുക്കണം. 7, fruitful pushing beyond a child stage as well as needless delays should be avoided. അനാവശ്യമായി കുട്ടി എന്ത് ചെയ്യണ്ട, അവന്റെ ഒരു അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ. ഒരു 5 വയസ്സുള്ള കുട്ടിനെ ഒരു 10 വയസ്സുകാരനെ കൊണ്ട് അല്ലെങ്കിൽ 12 വയസ്സുകാരനെ പ്രസ് ചെയ്യുന്ന പോലെ പ്രസ് ചെയ്യേണ്ടതില്ല. അതുപോലെ തന്നെ നീഡ്ലെസ് ഡിലേ ഷുഡ് ബി അവോയ്ഡഡ്. അതേ സമയത്ത് തന്നെ കുട്ടി അനാവശ്യമായി ലാഗ് ചെയ്യുകയാണെങ്കിൽ അതും പ്രൊമോട്ട് ചെയ്യേണ്ടതില്ല. സഫിഷ്യന്റ് ടൈം ഷുഡ് ബി പ്രൊവൈഡഡ്. ഒരു കുട്ടിക്ക് അവന്റെ ഏജ് ഗ്രൂപ്പിനനുസരിച്ചുള്ള ഒരു സമയം അവന് കൊടുത്തേ പറ്റൂ. അപ്പൊ അവർക്ക് ചെയ്തു വരാനുള്ള സമയം കൊടുക്കണം എന്നാണ് പറയുന്നത്. 8, moral and intellectual growth go together and only after the age of 11 can the child evaluate action in the light of motives. Moral and intellectual growth ഒരു 11 വയസ്സിന് ശേഷമാണ് ഇത് ഒപ്പം വളരാനുള്ള സാധ്യത. ഓക്കെ, സോ മോറലി ആൻഡ് ഇന്റലക്ച്വലി കുട്ടി ഒരേപോലെ തന്നെ വരുന്ന ചെറിയ പ്രായത്തിൽ നമ്മൾ ശാഠ്യം പിടിക്കരുത്. കുട്ടി എന്ത് ചെയ്യട്ടെ, അവന്റെ പ്രായത്തിനനുസരിച്ച് അവന്റെ മൊറാലിറ്റിയും അവന്റെ മെച്യൂരിറ്റിയും ഒക്കെ ഇങ്ങനെ വളർന്നു വരും. റൈറ്റ്, അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി.
Then active approach and usage of TLM advocated at primary class. ചെറിയ ക്ലാസ്സിൽ നമ്മൾ ആക്റ്റീവായി ഇൻവോൾവ് ചെയ്യണം, ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽസ് ഉപയോഗിക്കണം. അങ്ങനെയാണ് കുട്ടികൾക്ക് അനുഭവങ്ങൾ കൊടുക്കേണ്ടത്. Then verbal method of teaching should be practiced only from high school classes. അഥവാ LP UP ക്ലാസ്സിൽ നിർബന്ധമായും ടീച്ചിങ് എയ്ഡ്സ് ഉപയോഗിച്ച് നമ്മൾ അവർക്ക് എക്സ്പെരിമെന്റ് ചെയ്ത് ആക്റ്റീവായി നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് തന്നെ അവരെ പഠിപ്പിക്കണം. ഹൈസ്കൂൾ മുതൽ നമുക്ക് വെർബൽ മെത്തേഡ്സ് ഉപയോഗിക്കാം, അഥവാ ലെക്ചറിങ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഇതാണ് അതിന്റെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ലാസ്റ്റ് ടോപ്പിക് ആണ്, ഇന്നത്തെ ലാസ്റ്റ് ടോപ്പിക് ആണ് ജോൺ ഡൂയിസ് തിയറി ഓഫ് കൺസ്ട്രക്റ്റിവിസം. ഇത് മുമ്പേ വന്നതാണ്, കൺസ്ട്രക്റ്റിവിസം മുമ്പ് വന്നതാണ്, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇത് പറഞ്ഞു പോകും. ജോൺ ഡ്യൂയിയുടെ കൺസ്ട്രക്റ്റിവിസം ആണ് ഇവിടെ ആക്ച്വലി പറയുന്നത്. സോ നോളജ് കൺസ്ട്രക്ഷൻ എങ്ങനെ എന്നുള്ളതാണ് ഇതില് ഫോക്കസ് ചെയ്യുന്നത്. സോ ഗെറ്റ് എ ന്യൂ ഇൻഫർമേഷൻ ഫ്രം ദ എൻവയോൺമെന്റ്. ഒരു കുട്ടിക്ക് എങ്ങനെയാണ് എന്താ പറയാ അറിവുണ്ടാകുന്നത്, അല്ലെങ്കിൽ നോളജ് കൺസ്ട്രക്ട് ചെയ്യണത്. ഓക്കെ, ആദ്യം കുട്ടിക്ക് എന്ത് ചെയ്യും, ഒരു ന്യൂ നോളജ് പ്രകൃതിയിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ ക്ലാസ് റൂമിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ അധ്യാപക സംസാരം കിട്ടും. ആ ന്യൂ നോളജ് എന്ത് ചെയ്യുന്നോ ഈ കുട്ടി മൈൻഡിൽ ഇട്ടിട്ട് പ്രോസസ് ഇറ്റ് വിത്ത് പ്രീവിയസ് നോളജ്. മുൻ അറിവുകളുമായി ഈ ന്യൂ നോളജിനെ കുട്ടി കണക്ട് ചെയ്യും, അതിനെ തമ്മിൽ കമ്പയർ ചെയ്യും, അതിനെ തമ്മിൽ ഇവാലുവേറ്റ് ചെയ്യും, ദെൻ മേക്ക് സെൻസ് ഔട്ട് ഓഫ് ഇറ്റ്. അങ്ങനെ ആ ഒരു ന്യൂ നോളജിനെ കുറിച്ചിട്ട് ഒരു പുതിയ ആശയം, ഒരു ഐഡിയ കുട്ടി സ്വയം ഉണ്ടാക്കിയെടുക്കും. ഫൈനലി രജിസ്റ്റർ ഇറ്റ് ഈസ് ഇൻ മൈൻഡ് ഓർ മെമ്മറി. അങ്ങനെ ആ ഒരു ന്യൂ നോളജ് കുട്ടിന്റെ മൈൻഡിൽ ഒരു മെമ്മറി ആക്കിയിട്ട് വെക്കും. ഒരു ഉദാഹരണം പറയാണ്, ഒരു പുതിയ മുഖ്യമന്ത്രി ചാർജ് എടുത്ത് സങ്കല്പിക്കുക. നമ്മൾ ക്ലാസ്സിൽ വന്നിട്ട് പുതിയ മുഖ്യമന്ത്രിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ കുട്ടി മനസ്സിലാക്കും, ഓക്കെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ എന്താണ്. ഓക്കെ, അതൊരു ഒരു സംസ്ഥാനത്തിന്റെ ഭരണാധികാരിയാണ്, റൈറ്റ്. അങ്ങനെ ആ ഒരു നോളജ് കണക്ട് ചെയ്തിട്ട് കഴിഞ്ഞ മുഖ്യമന്ത്രി ഇന്നയാളായിരുന്നു, ഇപ്പൊ പുതിയ മുഖ്യമന്ത്രി മാറി ഇന്നയാളായിട്ടുണ്ട്. അങ്ങനെ പരസ്പരം കണക്ട് ചെയ്തിട്ട് പുതിയ മുഖ്യമന്ത്രി ഇന്നയാളാണ് എന്നുള്ള ഒരു നോളജ് ആക്കിയിട്ട് കുട്ടി മെമ്മറിയിൽ സ്റ്റോർ ചെയ്യും, റൈറ്റ്. അപ്പൊ ഇവിടെ പുതിയ നോളജ് മാത്രം ഉണ്ടായാൽ പോരാ, പ്രീവിയസ് നോളജിന് ഭയങ്കരമായ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ഈ കുട്ടി എന്ത് ചെയ്യണം, സ്വയം പ്രീവിയസ് നോളജിനെ ന്യൂ നോളജുമായി കമ്പയർ ചെയ്ത് അനലൈസ് ചെയ്തിട്ട് ഒരു ന്യൂ നോളജ് ആക്കി കുട്ടി സ്റ്റോർ ചെയ്യണം. സോ കുട്ടിയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നാണ് കൺസ്ട്രക്റ്റിവിസത്തിൽ പറയുന്നത്. ലേണിംഗ് ഈസ് നോട്ട് ജസ്റ്റ് കോപ്പിങ് ഇൻഫർമേഷൻ. ഒരാളുടെ ആ അറിവിനെ അങ്ങനെ കോപ്പി ചെയ്യാൻ ഒരിക്കലും പറ്റില്ല എന്നാണ് പറയുന്നത്. ഒരു പുതിയ അറിവ് വന്നാൽ നമ്മൾ മെന്റൽ പ്രോസസ്സ് നടത്തി അതിനെ ഒരു ന്യൂ നോളജ് ആയി കൺസ്ട്രക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തം നമുക്കാണ് എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ലേണേഴ്സ് എക്സാമിൻ ദ ഇൻഫർമേഷൻ അസീവ്ഡ് ഇൻ ദ ലൈറ്റ് ഓഫ് എക്സ്പീരിയൻസ്. അങ്ങനെ എന്ത് ന്യൂ നോളജ് കിട്ടിയാലും തന്റെ എക്സ്പീരിയൻസുമായിട്ടാണ് കുട്ടി തട്ടിച്ചു നോക്കുക. ആ എക്സ്പീരിയൻസ് എന്നുള്ള നോളജുമായിട്ടാണ് കുട്ടി തട്ടിച്ചു നോക്കുക. അതുകൊണ്ട് കുട്ടിക്ക് ഒരുപാട് എക്സ്പീരിയൻസസ് കിട്ടണം എന്നുള്ളതാണ് അടുത്ത ഒരു പോയിന്റ്. So the teacher plays a role of a guide, facilitator and co-explorer. കുട്ടിന്റെ കൂടെ നിന്ന് കുട്ടിനെ ഗൈഡ് ചെയ്യേണ്ട, കുട്ടിക്ക് ഹെൽപ്പ് ചെയ്യേണ്ട, സ്റ്റേജ് സെറ്റ് ചെയ്യേണ്ട, ഫെസിലിറ്റേറ്റ് ചെയ്യേണ്ട, കോ-എക്സ്പ്ലോർ ചെയ്യേണ്ട ആളാണ് ടീച്ചർ. ടീച്ചർ പ്രൊവൈഡ് സൂട്ടബിൾ ലേണിംഗ് എൻവയോൺമെന്റ്. കുട്ടിക്ക് പഠിക്കാൻ വേണ്ട എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കേണ്ട ആളാണ് ടീച്ചർ. സോ ടീച്ചർ ഈസ് എ ഫെസിലിറ്റേറ്റർ, ടീച്ചർ ഈസ് എ ഗൈഡ് ആൻഡ് ടീച്ചർ ഈസ് എ സ്റ്റേജ് സെറ്റർ. Then classroom environment facilitates students to question, challenge and formulate ഐഡിയാസ്, ഒപ്പീനിയൻ ആൻഡ് കൺക്ലൂഷൻ. കുട്ടിക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ അവസരം ഉണ്ടാവണം, കുട്ടീനെ ചലഞ്ച് ചെയ്യപ്പെടണം, കുട്ടിക്ക് ചലഞ്ച് ചെയ്യാൻ അവസരങ്ങൾ ഉണ്ടാവണം. ദെൻ കുട്ടിന്റെ ഐഡിയാസ് ഫോർമുലേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാവണം, ഒപ്പീനിയൻസ് പറയാനുള്ള അവസരങ്ങൾ ഉണ്ടാവണം, കൺക്ലൂഡ് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാവണം. എല്ലാത്തിനും നമ്മൾ ക്ലാസ് റൂമിൽ അവസരങ്ങൾ കൊടുക്കണം. ദെൻ ആക്റ്റീവ് എൻഗേജ്മെന്റ് ആൻഡ് എൻക്വയറി ലേണിംഗ്, പ്രോബ്ലം സോൾവിംഗ്, കൊളാബറേഷൻ, ഇതൊക്കെ ക്ലാസ്സിൽ നിർബന്ധമാണ്. That means active engagement of the students shall be ensured. Enquiry learning shall be promoted. Problem solving shall be experimented. And collaborative learning strategies shall be adopted. ഇതെല്ലാം നിർബന്ധമായി നമ്മൾ ക്ലാസ് റൂമിൽ കൊണ്ടുവരണം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂമിന്റെ ഒരു സ്വഭാവം, അല്ലെങ്കിൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് ലേണിംഗിന്റെ ഒരു നാച്ചുർ എന്തായിരിക്കും? ഒന്ന്, കൺസ്ട്രക്ഷൻ ഓഫ് നോളജ് ടേക്സ് പ്ലേസ് ഇൻ ഷോർട്ട് ടൈം മെമ്മറി. അപ്പൊ നമ്മള് ഒരു നോളജ് കൺസ്ട്രക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ, ഒരു പുതിയ അറിവ് വന്നാല് അത് നമ്മുടെ ഷോർട്ട് ടൈം മെമ്മറിക്കാണ് ആദ്യം കയറാം. നമ്മൾ നേരത്തെ മെമ്മറിയെ കുറിച്ചുള്ള ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു, സെൻസറി മെമ്മറി ഉണ്ട്, ഷോർട്ട് ടൈം മെമ്മറി ഉണ്ട്, ലോങ് ടൈം മെമ്മറി ഉണ്ട്. സോ ഈ ഷോർട്ട് ടൈം മെമ്മറി എന്ന് പറഞ്ഞാൽ വർക്കിംഗ് മെമ്മറിയാണ്. ഇപ്പൊ നമ്മൾ കേട്ട അറിവ് ഷോർട്ട് ടൈം മെമ്മറിക്കാണ് കയറാം. ആ ഷോർട്ട് ടൈം മെമ്മറിയിൽ നിന്ന് ലോങ് ടൈം മെമ്മറിക്ക്, അഥവാ STM-ഉം LTM-ഉം ആണ്. LTM-ലേക്ക് ഒരു ഡാറ്റ സ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മളത് റിപ്പീറ്റ് ചെയ്യണം, അത് എക്സ്പീരിയൻസ് ചെയ്യണം, അത് റിഹേഴ്സ് ചെയ്യണം, അതിനെക്കുറിച്ച് സെൻസ് ചെയ്യണം. ഇങ്ങനെ കുറെ പ്രോസസ്സ് കഴിഞ്ഞാലാണ് ആക്ച്വലി അത് കയറുക. സോ
അങ്ങനെ ഒരു പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ് കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂമിന്റെ ഒരു എയിം. The learner uses the information and the knowledge already stored in his long term memory. അപ്പൊ ഷോർട്ട് ടേം മെമ്മറിക്ക് ഒരു പുതിയ നോളജ് വന്നാൽ, പ്രത്യേകം മനസ്സിലാക്കാം, ഷോർട്ട് ടേം മെമ്മറിക്ക് ഒരു പുതിയ നോളജ് വന്നാൽ കുട്ടി ചെയ്യുന്ന പണി എന്താണ്? ലോങ് ടേം മെമ്മറിയിൽ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടോ നോക്കും. ഉണ്ടെങ്കിൽ അതിന്റെ ഡാറ്റ അങ്ങോട്ട് എടുത്തിട്ട് ഇത് തമ്മിൽ നിന്ന് കമ്പയർ ചെയ്തിട്ട് മീനിങ് ഫുള്ളി ഇന്റർപ്രറ്റ് ചെയ്തിട്ടാണ് ഒരു പുതിയ നോളജ് ആയിട്ട് ഇതിനെ ലോങ് ടേം മെമ്മറിയിലേക്ക് കുട്ടി സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു പ്രോസസ്സ് നടക്കണം എന്നുള്ളതാണ് പറയുന്നത്. സോ ദർ ആർ 3 ഇമ്പോർട്ടന്റ് ആക്ടിവിറ്റീസ് ഇൻ ദ പ്രോസസ് ഓഫ് ലേണിംഗ്. അങ്ങനെ ഈ ഒരു ലേണിംഗിലുള്ള 3 ആക്ടിവിറ്റീസ് ആണ്. ഒന്ന്, സെലക്ടിങ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഇൻഫർമേഷൻ റിസീവ്ഡ്. സെലക്ടിങ് അപ്രോപ്രിയേറ്റ് പ്രിയർ നോളജ്, ദെൻ കമ്പയറിംഗ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് ദ ഇൻഫർമേഷൻ. ഒരു പുതിയ നോളജ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പഴയ പ്രീവിയസ് നോളജ് ഓർ പ്രിയർ നോളജിൽ അതിനെ അതിന് എന്താ പറയാ, ഈക്വൽ ആയ ഒരു ഇൻഫർമേഷൻ കുട്ടി കളക്ട് ചെയ്ത് അത് കമ്പയർ ചെയ്ത് ഇന്റർപ്രറ്റ് ചെയ്യും എന്നുള്ളതാണ് ഒന്ന്. രണ്ട്, ക്ലാസിഫൈങ് ആൻഡ് ഓർഗനൈസിങ് ന്യൂ ഇൻഫർമേഷൻ. എന്നിട്ട് ഇന്റർപ്രറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ക്ലാസിഫൈ ചെയ്യും. ഇതാണോ അത്, അതല്ലേ, ഇതുമായി ബന്ധമുണ്ടോ ഇല്ലേ എന്നുള്ള ക്ലാസിഫിക്കേഷനും ഓർഗനൈസേഷനും ഒക്കെ സംഭവിച്ചിട്ട് തേർഡ് സ്റ്റേജിലാണ് ഇന്റഗ്രേറ്റിംഗ് എ ന്യൂ ഇൻഫർമേഷൻ വിത്ത് ഓൾറെഡി സ്റ്റോർഡ് നോളജ്. ഇത് ഏതൊക്കെ നമ്മൾ കണക്ട് ചെയ്യണം, ഇതിന്റെ ബാക്കിയാണ് അല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ മോഡിഫിക്കേഷനും സ്റ്റോറിങ്ങും ഇന്റഗ്രേഷനും ഒക്കെ നടക്കുന്നത് തേർഡ് സ്റ്റേജിലാണ്. ഇതിനൊരു SOI തിയറി അല്ലെങ്കിൽ SOI മെത്തേഡ് എന്ന് പറയാം. സെലക്ടിങ്, ഓർഗനൈസിങ് ആൻഡ് ഇന്റഗ്രേറ്റിംഗ്. സെലക്ടിങ്, ഓർഗനൈസിങ് ആൻഡ് ഇന്റഗ്രേറ്റിംഗ്. സോ ആദ്യം സെലക്ട് ചെയ്യണം പുതിയ നോളജിനെ, പിന്നെ അത് എന്ത് ചെയ്യണം, പഴയ നോളജുമായിട്ടൊക്കെ കമ്പയർ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് ആക്ച്വലി ഒരു പുതിയ നോളജ് ആയിട്ട് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. എന്താണ് കൺസ്ട്രക്റ്റിവിസം ക്ലാസ് റൂമിൽ ഒരു ടീച്ചറുടെ റോള്? ആം ഐ ഓഡിയബിൾ? പഴയ നോളജ് കയ്യിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യല്. ഓക്കെ, ഇതില് 6-7 ഫങ്ഷൻസ് പറയുന്നത്. ഇതൊന്നും അല്ല കേട്ടോ, ഇനിയും ഉണ്ട്. നിങ്ങൾക്ക് ഇത് ഇഷ്ടംപോലെ എഴുതാനും പറ്റും. ഒന്ന്, ടീച്ചർ ആസ് ഓപ്പൺ എൻഡ് ക്വസ്റ്റ്യൻസ്. ഇതൊക്കെ മുന്നേ വന്ന ടോപ്പിക്കാണോ, കൺസ്ട്രക്റ്റിവിസം മെത്തേഡിൽ വന്നതാണ്. ഓപ്പൺ എൻഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കണം, അഥവാ കുട്ടിക്ക് ആലോചിച്ച് കുട്ടിന്റെ അഭിപ്രായങ്ങൾ പറയാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഓപ്പൺ എൻഡ് ക്വസ്റ്റ്യൻസ് പറയുന്നത്. അഥവാ ഇന്നത്തെ മുഖ്യമന്ത്രിയെ കുറിച്ച് വാട്ട് ഈസ് യുവർ വ്യൂ, നിന്റെ അഭിപ്രായം എന്താ, ഓപ്പൺ എൻഡഡ് ആണ്. ഓക്കെ, സോ ക്ലോസ്ഡ് ആണെങ്കിൽ ഹു ഈസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. അത് ഒറ്റ ഒരു ആൻസറേ ഉള്ളൂ, അതോടുകൂടി കഴിഞ്ഞു. എന്നാൽ കുട്ടിക്ക് തന്റെ അഭിപ്രായങ്ങളും തന്റെ നിർദ്ദേശങ്ങളും തന്റെ ഒപ്പീനിയൻസും ഒക്കെ പറയാനുള്ള ഒരു ചാൻസ് ഓരോ ക്വസ്റ്റ്യനും ഉണ്ടാവണം എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ദ സ്പെസിഫിക്കേഷൻ ഓർ പെക്യുലിയാരിറ്റി ഓഫ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്. സെക്കൻഡ് വൺ, ഗിവ് മോർ ഇമ്പോർട്ടൻസ് ടു ഹയർ ഓർഡർ തിങ്കിങ് ആൻഡ് ലോജിക്കൽ റീസണിങ്. കുട്ടിക്ക് കുറച്ചുകൂടി ഉയർന്ന് ചിന്തിക്കാൻ പറ്റണം. നമ്മളൊരു കഥ പറഞ്ഞു കൊടുത്ത് സങ്കല്പിക്കാം. ആ കഥ പറഞ്ഞിട്ട് ഇനി ആ കഥക്ക് എന്ത് സംഭവിച്ചു, ഈ ക്യാരക്ടർ എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ എന്തായിരിക്കാം നാളെ അദ്ദേഹത്തിന് സംഭവിക്കുന്നുണ്ടാവുക. അങ്ങനെ ലോജിക്കലി കണക്ട് ചെയ്യാനും ഹയർ ഓർഡർ തിങ്കിങ്ങിലേക്ക് കുട്ടിയെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളതാണ് 2. 3, ആംബിൾ ഓപ്പർച്യൂണിറ്റീസ് ടു ഇന്ററാക്ട് അമംഗ് ദംസെൽഫ്. കുട്ടികൾ പരസ്പരം ഇന്ററാക്ട് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കണം. 4, ഓപ്പർച്യൂണിറ്റി ടു ഷെയർ ദർ എക്സ്പീരിയൻസ് അമംഗ് ദംസെൽസ്. ക്ലാസ്സിൽ കുട്ടികൾക്കിടയിൽ തന്റെ എക്സ്പീരിയൻസസ്, തന്റെ ഒപ്പീനിയൻസ്, തന്റെ സജഷൻസ്, തന്റെ എല്ലാം കുട്ടിക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാവണം എന്നുള്ളതാണ്. ദെൻ എംഫസൈസസ് എൻക്വയറി ബേസ്ഡ് ലേണിംഗ്. നേരത്തെ പറഞ്ഞു, എൻക്വയറി ബേസ്ഡ് ലേണിംഗ് കുട്ടിനെ പ്രൊമോട്ട് ചെയ്യണം. പ്രൊജക്ട് ബേസ്ഡ്, ഗ്രൂപ്പ് ബേസ്ഡ്, കൊളാബറേറ്റീവ് ലേണിംഗ് സ്ട്രാറ്റജീസ് അഡോപ്റ്റ് ചെയ്യണം. ദെൻ മോർ ഇമ്പോർട്ടൻസ് ടു പ്രോബ്ലം സോൾവിംഗ് അപ്രോച്ച്. നേരത്തെ പറഞ്ഞതാണ്, പ്രോബ്ലം സോൾവിംഗിലേക്ക്, എൻക്വയറി ലേണിംഗിലേക്ക് കുട്ടിയെ എത്തിക്കണം. ലാസ്റ്റ് വൺ, ഗ്രൂപ്പ് ഇന്ററാക്ഷൻ, കൊളാബറേഷൻ, കോപ്പറേറ്റീവ് ലേണിംഗ്, പ്രൊജക്ട്, ഗ്രൂപ്പ് പ്രൊജക്ട് വർക്ക്, ഇതിനൊക്കെ പ്രൊമോട്ട് ചെയ്യണം. ഇതൊക്കെ കുട്ടികൾക്ക് നൽകണം എന്നുള്ളതാണ്. സോ കുട്ടികൾക്ക് എപ്പോഴും ഗ്രൂപ്പായി ചെയ്യാനുള്ള പ്രവർത്തനങ്ങളും ഒറ്റയ്ക്ക് ചെയ്യാനുള്ള പ്രവർത്തനങ്ങളും സ്വന്തമായി കണ്ടെത്തി ചെയ്യാനുള്ള എൻക്വയറി ലേണിംഗിനുള്ള പ്രവർത്തനങ്ങളും കൊടുക്കുക എന്നുള്ളതാണ് കൺസ്ട്രക്റ്റിവിസം ക്ലാസ് റൂമിൽ ചെയ്യേണ്ടത്. കൺസ്ട്രക്റ്റിവിസം ക്ലാസ് റൂമിന്റെ ഒരു പ്രത്യേകത. ഇത് നമുക്കൊരു ലാസ്റ്റ് സ്ലൈഡ് ആയിട്ട് നമുക്ക് കാണാം. അതിനൊരു 4 phases ഇൻ ദ ടീച്ചർ പ്ലാനിങ്. ടീച്ചറിന്റെ പ്ലാനിംഗ് ഉണ്ടാവുന്ന 4 ഘട്ടങ്ങളാണ്. ഒന്ന്, മേക്കിംഗ് ഡിസിഷൻ ബിഫോർ ലെസൺ ബിഗിൻസ്. കൃത്യമായിട്ട് ഒരു പാഠം തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കണം. എന്തൊക്കെ കുട്ടിക്ക് കൊടുക്കണം, ഏതൊക്കെ ഏരിയ കവർ ചെയ്യണം, എന്തൊക്കെ ആയിരിക്കണം ആക്ടിവിറ്റീസ്. 2, സെറ്റിംഗ് ദ ലാൻഡിംഗ് ടാസ്ക് ഫോർ ദ ലെസൺസ്. അപ്പോൾ ഏതൊക്കെ ടാസ്കുകളാണ് കൃത്യമായി സെറ്റ് ചെയ്യാണ് ഇവിടെ. 1, ഡിസൈഡ് ചെയ്യലാണ്. 2, ടാസ്കുകൾ അസൈൻ ചെയ്യുക, സെറ്റ് ചെയ്യുക.
3 മോണിറ്ററിങ് സ്റ്റുഡൻസ് ആക്ടിവിറ്റീസ്. അങ്ങനെ ആ ടാസ്കുകൾ കുട്ടികൾ ചെയ്യുമ്പോൾ എ ടീച്ചർ ഹാസ് ടു മോണിറ്റർ സ്റ്റുഡൻസ് വർക്ക് ആൻഡ് ഗിവ് കണ്ടിന്യൂസ് ഫീഡ്ബാക്സ്. അവര് വർക്ക് ചെയ്തുകൊണ്ടൊക്കെ നമ്മൾ ഫീഡ്ബാക്ക് കൊടുക്കണം, അവർക്ക് എൻകറേജ്മെന്റ് കൊടുക്കണം, റീഎൻഫോഴ്സ്മെന്റ് കൊടുക്കണം. ഇതെല്ലാം കൊടുത്തുകൊണ്ട് അവരുടെ ആ ഒരു വർക്കിങ്ങിനെ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ടീച്ചറുടെ റോള്. 4th വൺ, ഇവാലുവേറ്റിംഗ് ദ പ്രോസസ് ആൻഡ് പ്രൊഡക്റ്റ് ഓഫ് ഗ്രൂപ്പ് വർക്ക്. അങ്ങനെ അവർ ചെയ്തു കഴിഞ്ഞാൽ വി ഹാവ് ടു ഇവാലുവേറ്റ്, വി ഹാവ് ടു അസസ് ദെയർ വർക്ക്സ്, വി ഹാവ് ടു അസസ് ദെയർ പെർഫോമൻസ് ഓൾസോ. അപ്പോൾ ഇത്രയാണ് ഒരു 4 ഫേസ് ടീച്ചറുടെ പ്ലാനിങ്ങിൽ വേണ്ടത്. ആദ്യം ഡിസൈഡ് ചെയ്യണം, അത് സെറ്റ് ചെയ്യണം, അത് വർക്ക്ഔട്ട് ചെയ്തിട്ട് മോണിറ്റർ ചെയ്യണം, ദെൻ അസസ് ചെയ്യണം, അല്ലെങ്കിൽ അത് കൃത്യമായി ഇവാലുവേറ്റ് ചെയ്യണം, ഫീഡ്ബാക്ക് കൊടുക്കണം. ഇതൊക്കെ ആ ഒരു 4ാമത്തേൽ വരും. സോ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ പറയുന്നത്. ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾ അടുത്ത ഒരു ക്ലാസ്സിലായിരിക്കും നമ്മൾ ഫോളോ ചെയ്യാനുണ്ടാവുക. ഓക്കെ, ഇന്ന് വളരെ കുറച്ച് ആളുകളുള്ളൂ ഓൺലൈനായിട്ട് വന്നിട്ടുള്ളൂ. ബട്ട് ബാക്കിയുള്ള ആളുകൾ റെക്കോർഡ് ക്ലാസ് കേൾക്കും എന്നുള്ള പ്രതീക്ഷ ഉണ്ട്. പ്രധാനപ്പെട്ട കുറച്ച് തിയറികളും അതിന്റെ കുറച്ച് പ്രിൻസിപ്പിൾസ് ഒക്കെ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. സോ വളരെ മനസ്സിലാക്കി തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ടോ ഗ്രൂപ്പിലോ ഒക്കെ നിങ്ങൾക്ക് ചോദിക്കാം. സോ എനിവേ, ലെറ്റ് മീ കൺക്ലൂഡ് ടുഡേസ് ക്ലാസ്. താങ്ക് യു.